ഗ്രഹിച്ച ഷാം വരെയുള്ള ഭാഗത്ത്, സൻആയിൽ നിന്ന് ഷാം വരെയുള്ള ഭാഗത്ത് അല്ലാഹു തആല സപ്രങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു, ഉണ്ടാക്കി കൊടുത്തു. വഴിയമ്പലങ്ങൾ പടച്ചോറുണ്ടാക്കി കൊടുത്തു. ഒരു യാത്ര പോകുന്നവന് പാതി വഴിയിൽ വിശ്രമിക്കാൻ. അപ്പൊ നല്ല ഒരു നാട്, അപ്പുറം ഇപ്പുറമൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനുള്ള നല്ല ഒരു സത്രമൊക്കെ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ എല്ലാ രീതിയിലും നല്ല സമ്പൽ സമൃദ്ധിയിൽ വന്ന ഈ നാട്, ഇത് ഖുർആൻ പരിചയപ്പെടുത്തിയ നല്ല ഒരു ഗ്രാമമാണ്. ഇത് നടയറാണെന്ന് സങ്കല്പിച്ചോ, നടയറാണെന്ന് സങ്കല്പിച്ചോ. ഇത്രയും അല്ലാഹു തന്നത്. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് മന്നാനിയിലേക്ക് പോകുമ്പോഴോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ നേരെ പാരിപ്പള്ളിയിൽ പോകുമ്പോഴോ, അതല്ലെങ്കിൽ അങ്ങോട്ട് നമ്മൾ നേരെ വർക്കലയ്ക്ക് പോകുമ്പോഴോ, ഈ നാട് മുഴുവനും നല്ല സമ്പൽ സമൃദ്ധിയാണ്. രണ്ടു ഭാഗത്തും ഇങ്ങനെ മാങ്ങയും ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ഒക്കെ കൊലച്ചു വാരി കിടക്കുന്നു. ഇവിടെ ഒരു ഇഴജന്തു ഇല്ല. ഇവിടെ നല്ല മണമാണ്. അള്ളാഹു അനുഗ്രഹിച്ചൊരു നാടാണ്. ഇങ്ങനെ ഒരു നാടിനെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലൊന്ന് സങ്കല്പിച്ചേ. നമുക്കങ്ങനെ നാട് വേണ്ടേ? വേണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇഴജന്തുക്കളില്ലാത്ത ഒരു നാട്, ഇഴജന്തുക്കളില്ലാത്ത ഒരു നാട്. ഇത്രത്തോളം അള്ളാഹു ഒരു കൂട്ടർക്ക് അള്ളാഹു ചെയ്തു കൊടുത്തു സബഅ് ഗോത്രത്തിന്. എന്നിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടായി. ഇനി ആലോചിച്ചോളി, എന്താ ഈ നാട് ഇങ്ങനെ ആകണമെങ്കിൽ, നമ്മുടെ നടയറ എന്ന് പറയുന്ന ഈ പ്രദേശം ഇങ്ങനെ ആകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. അള്ളാഹു നമ്മുടെ ഈ നാട്ടിലെ സഹോദരിമാർക്ക് അതിനുള്ള മഹാ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനൊക്കെ സീരിയലൊക്കെ മാറ്റേണ്ടി വരും. കോഴിക്കോട്, ഞാൻ ഈ ഭാഗത്തൊന്നും പ്രസംഗിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറയാം. അല്ലെങ്കിൽ പറഞ്ഞതില്ല, പലരും കേട്ടിട്ടുണ്ടാവും. കോഴിക്കോട് ഒരു ഭാഗത്ത് തങ്ങൾ കേൾക്കാൻ വേണ്ടി പറയും. 2 ദിവസത്തെ പരിപാടി, ഹിഫ്ളുൽ ഖുർആന്റെ പരിപാടിയാണ്. അപ്പൊ ആദ്യത്തെ ദിവസം പിരിവ് ചോദിച്ചപ്പോൾ 21 22 പവൻ സ്വർണം അവിടെ ഇരിക്കുന്ന സഹോദരിമാര് അവര് കൊടുത്തൊരു 10 മിനിറ്റ് കൊണ്ടാണ്. അവര് നല്ല ദീനുമായിട്ട് ബന്ധമുള്ളവരാണ്. എല്ലാവരും പർദ്ദയാണ്. പേരിന് പോലും ഒന്ന് ചുരിദാർ ഇടാത്ത, എല്ലാം നല്ല പർദ്ദ ധരിച്ച, പിന്നെ ബോഡി ഫിറ്റ് ആണെന്നേ ഉള്ളൂ. ഏതായിരുന്നാലും നല്ല രീതിയിൽ ജീവിക്കുന്ന, ദീനുമായി നല്ല ബന്ധമുള്ള ഒരു നാട്. ആ നാട്ടില് ഹിഫ്ളുൽ ഖുർആനിന്റെ കളക്ഷൻ എടുക്കുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് 21 22 പവൻ സ്വർണം അവിടുത്തെ ഹിഫ്ള് മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു. അപ്പൊ നല്ല നാട്. അപ്പൊ എനിക്ക് 2ാമത്തെ ദിവസം പ്രസംഗത്തിൽ വരുമ്പോ ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും സാധാരണ എവിടെയെങ്കിലും പിരിവ് ചോദിക്കുമ്പോൾ ഇല്ല, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഭിക്ഷക്കാരെ യാചിക്കുമ്പോൾ ഏച്ചാലാ കിട്ടുക. എന്നാൽ ചില സ്ഥലങ്ങളിൽ നല്ല സഹകരണമുണ്ട്. നമ്മുടെ ഈ നാട് പോലെ 12 ലക്ഷം രൂപയുടെ ഒരു ട്രാവലറല്ലേ, ഫോഴ്സിന്റെ ഒരു ആംബുലൻസ് എടുക്കാനാണ്. ഇവർ 2 ആംബുലൻസ് എടുക്കാനുള്ള പൈസ അവർ തരൂലേ? ഒരാൾ 50,000 വെച്ച് കിട്ടാ പോലെ എത്ര വേണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 2ാമത്തെ ദിവസം പ്രസംഗ സ്റ്റേജിലോട്ട് ഞാൻ കയറുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു ചെറിയ ഹിക്മത്ത് തോന്നി. ഞാൻ ചോദിച്ചു, ഒരു ഭാഗത്ത് സഹോദരിമാരെ ഞാൻ ഇരിക്കാം. ഞാൻ പറഞ്ഞു, 10 മിനിറ്റ് കൊണ്ട് ഏകദേശം 21.5 പവൻ തരാനുള്ള മനസ്സ് കാണിച്ച നിങ്ങൾ മോശക്കാരൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങളൊരു പ്രതിജ്ഞ കൂടി എടുക്കണം. ഈമാനിന്റെ 0% എങ്കിലും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നവര് ഇന്ന് മുതൽ സീരിയൽ കാണൂല എന്നൊന്ന് പ്രതിജ്ഞ എടുത്ത് വിരല് പൊക്കാൻ പറഞ്ഞു, ഒന്ന് കൈ പൊക്കാൻ പറഞ്ഞു. സീരിയൽ കാണൂല എന്ന് പ്രതിജ്ഞ എടുക്കാൻ ധൈര്യമുള്ളത് കൈ പൊക്കാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പടച്ചാമ്പഴാണ് ഒരൊറ്റ കൈയും പൊങ്ങിയിട്ടില്ല, ഒരു കൈ പൊങ്ങിയിട്ട്. എനിക്ക് വലിയ വിഷമം തോന്നി. അപ്പൊ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു, ആരും ഇല്ലെന്ന് ചോദിച്ചു. അവസാനം എന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഫ്രണ്ടിലിരുന്നൊരു 3 സഹോദരിമാര്, പ്രായം ചെന്ന 3 സഹോദരിമാര്, പൊക്കണോ വേണ്ടേ, എന്നാ പൊക്കിയേക്കാന്നും പറഞ്ഞ് കൈ ഇങ്ങനെ പൊക്കി. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. നാണം കെട്ടില്ലല്ലോ, ഒരാളെങ്കിലും പൊക്കിയല്ലോ. ഞാൻ അവർക്ക് വേണ്ടി നല്ല ദുആയും ചെയ്തു. അപ്പോൾ ഈ പള്ളിയിലെ ഇമാം, ഖതീബ്, മഹല്ലിലെ ഖാദി എന്നാ പറയാവുന്ന ഓടി വന്നിട്ട് മൈക്ക് ഓഫ് ആക്കി നിർത്തിയ 3 താത്താമാരെ വീട്ടിൽ നിന്ന് ഒരു കറണ്ട് പോലും കിട്ടിയിട്ടില്ല. കറണ്ട് പോലും കിട്ടാത്ത വീടാ. അപ്പൊ കറണ്ട് കിട്ടാത്ത വീട്ടിൽ എങ്ങനെ സീരിയൽ കാണുക? ധൈര്യമായിട്ട് കൈവെക്കുക അവർക്ക്, കാരണം കറണ്ട് ഇല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സഹോദരിമാര് സീരിയലിന് അടിമപ്പെട്ടു പോയി, സീരിയലിന് അഡിക്റ്റായി പോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മാറാൻ തയ്യാറുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ, നല്ല ഗ്രാമത്തിന് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ആ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വലൗ അന്ന അഹ്ലുൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. അല്ലാഹു പറയുകയാണ്, വലൗ അന്ന അഹ്ലുൽ ഖുറാ, ഒരു നാട്ടുകാര്, ഒരു ഗ്രാമവാസികളെ, നടയറക്കാരെ, നിങ്ങളെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഅറാഫ് സംസാരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ മദീനക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, വിശുദ്ധമായ ഖുർആൻ മക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. വിശുദ്ധമായ ഖുർആൻ യസ്രിബിന്റെയും അതുപോലെ ജസീറത്തുൽ അറബിന് വേണ്ടി മാത്രമുള്ളതല്ല. ഖിയാമത്ത് നാൾ വരെ
പ്രിയമുള്ള വിശ്വാസികളെ, അവിശ്വാസികളെ, പ്രപഞ്ചത്തിന്റെ മുഴുവനും കാറ്റലോഗായ വിശുദ്ധമായ ഖുർആൻ സംസാരിക്കുകയാണ്. ഓ നടയറക്കാരായ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ചോദിക്കുകയാ, നിങ്ങൾക്ക് നന്നാകണോ? സബൽകാരെ പോലെ നിങ്ങൾക്ക് നല്ല ഗ്രാമമാകണോ? നല്ല ബൽദത്തുൻ ത്വയ്യിബ, നല്ല ഗ്രാമമെന്ന് നിങ്ങൾക്ക് പേര് വരണോ? അല്ലാഹു പറയുന്ന സൂറത്തുൽ അഅറാഫിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമോ? അതിനെന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് തീരുമാനമെടുക്കുമോ? രണ്ട് കാര്യങ്ങൾ ചെയ്യാ. അല്ലാഹു പറയുകയാണ്, ആമനൂ വത്തഖൗല ഫതഹ്നാ അലൈഹിം ബറകാതും മിനസ് സമാഇ വൽ അർളി. അല്ലാഹു പറയുകയാണ്, വലവന്ന അഹ്ലുൽ ഖുറാ, ഒരു നാട്ടുകാര്, ഒരു ഗ്രാമവാസികള്, ആമനൂ, അവര് വിശ്വാസം ഉൾക്കൊള്ളുന്നവരായ, അവർ ഈമാനുള്ളവരായാൽ, ഈമാൻ മാത്രം പോരാ പെങ്ങളെ, ഹൃദയത്തിന്റെ ഉള്ളറയിൽ ഈമാനിന്റെ ആവേശം മലതല്ലിയാൽ മാത്രം പോരാ. ഹൃദയത്തിന്റെ അകതാരിന്റെ അകക്കാമ്പിൽ ഈമാനിനെ ആണിക്കല്ലിട്ട് ഉറപ്പിച്ചാൽ മാത്രം പോരാ. അല്ലാഹു പറയുകയാ, വത്തഖൂ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായി നിങ്ങൾ മാറുമോ? പടച്ചതമ്പുരാനെ സൂക്ഷിക്കുന്നവരായി മാറുമോ? ഇന്ന് മുസ്ലിം പെണ്ണിന്റെ അവസ്ഥ എന്താ? മുസ്ലിം പെണ്ണിന്റെ അവസ്ഥ എന്താ? ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. അഫ്സൽ ഖാസിമിറെ പറഞ്ഞു കാണുമെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. മുസ്ലിം പെങ്ങളെ, തറവാട്ടിൽ പിറന്ന പെങ്ങള്, ലൂത്ത് നബിയുടെ ഭാര്യക്കല്ല കൊടുക്കാത്ത, നൂഹ് നബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോനല്ല കൊടുക്കാത്ത, ഇബ്രാഹിം നബിയുടെ പിതാവിനല്ല കൊടുക്കാത്ത, ആസിയാടെ ഭർത്താവിനല്ല കൊടുക്കാത്ത ഈമാനെന്ന തൗഹീദെന്ന ഹിദായത്ത് എന്ന് പറയുന്ന അമൂല്യമായ സ്വത്ത് നിനക്ക് അല്ലാഹു തന്നപ്പോ അതിനെ കളഞ്ഞുകൊണ്ട് എന്തിനാ പൂജാരിയുടെ കൈ പിടിച്ചിട്ട് ഒളിച്ചോടുന്നത്? എന്തിനാണ് പെങ്ങള് അന്യ സമുദായത്തിന്റെ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് ഒളിച്ചോടുന്നത്? എന്തിനാ? അല്ലാഹു നിനക്ക് തന്ന ഹിദായത്ത് എന്ന ഏറ്റവും അമൂല്യമായ സ്വത്തിൽ കൈവെള്ളയിൽ നിന്ന് നീ കൈ ദൂരേക്ക് തട്ടിയെറിഞ്ഞുകൊണ്ട് അമുസ്ലിമിന്റെ കൈ പിടിച്ചുകൊണ്ട് താൽക്കാലിക സുഖത്തിന് വേണ്ടി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കുകയാ, പർദ്ദയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കാര തഴമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അല്ലാഹു പറയുന്നതെന്താ? വത്തഖൂ വത്തഖൂ വത്തഖൂ. അല്ലാഹനെ സൂക്ഷിക്കുന്നവരാണോ? പടച്ചോനെ സൂക്ഷിക്കുന്നവരാണോ? എന്നാൽ അല്ലാഹു പറയുന്നു, ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി. ആകാശത്ത് നിന്ന് അല്ലാഹു ബറക്കത്ത് തരുന്നതാ, ഭൂമിയിൽ നിന്ന് അല്ലാഹു നിനക്ക് ബറക്കത്ത് തരുന്നതാ. എന്താ പടച്ച തമ്പുരാൻ വെച്ച ഡിമാൻഡ് എന്തെന്നറിയുമോ? ആമനൂ വത്തഖൂ. ഈമാനും വേണം, തഖ്വയും ഉണ്ടാകണം. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല, ഇതൊക്കെ ഉള്ള ആളാണ് ഞാൻ എന്നല്ല ഈ പറയുന്നത്, എന്നല്ല ഈ പറയുന്നത്. വേശ്യയുടെ ചാരിത്ര്യ പ്രസംഗം പോലെ നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിൽ ഞാനും പെട്ടിട്ടുണ്ട് എന്ന അനുമാനത്തിൽ തന്നെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഞാൻ നന്നായിട്ട് വന്നല്ല നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഈമാനും ഉണ്ടാകണം, തഖ്വയും ഉണ്ടാകണം. ഇത് രണ്ടും ഇല്ലെങ്കിലോ അത് നമ്മുടെ വിഷയം. ഇത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും? അത് അവസാനം നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അവസാനം അത് രണ്ടെണ്ണം നേടിയെടുക്കാനുള്ള കാര്യം പറയാം. ഇത് എങ്ങനെ നമുക്ക് ഉണ്ടോ, ഇല്ലെങ്കിൽ എന്താ ദോഷം അല്ലാഹു നമുക്ക് തരുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സബഅ് ഗോത്രത്തിന്റെ കഥ. ഈ സബഇനെ അല്ലാഹ് എങ്ങനെ ആക്കി മാറ്റിയെന്നറിയോ? അല്ലാഹു എന്താ ചെയ്തേ? രണ്ട് തോട്ടങ്ങൾ, സുന്ദരമായ തോട്ടങ്ങൾ അല്ലാഹു ഒരുക്കിയപ്പോൾ അവരെന്ത് ചെയ്തു? ഫഅറളു, അവര് ഈമാനിൽ നിന്ന് വ്യതിചലിച്ചു പോയി. അവര് ഈമാൻ നഷ്ടപ്പെട്ടവരായി മാറി. ആ സമയത്ത് അല്ലാഹു എന്താ ചെയ്തെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവർക്ക് അല്ലാഹു ഒരു വലിയ അണക്കെട്ട് പൊട്ടിയിട്ട്, ഒരു വലിയ അണക്കെട്ട്. ഏതണക്കെട്ടാ? ഫർസൽനാ അലൈഹിം സൈലൽ അരിമീ. മാരിബ് അണക്കെട്ടറിയാത്ത ആരും എന്റെ മുമ്പിൽ ഉണ്ടാകൂല. ചരിത്രം പഠിക്കുന്നവരെ, വായിക്കുന്നവരെ, പ്രചരിപ്പിക്കുന്നവരെ, പഠിപ്പിക്കുന്നവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നല്ല ഗൂഗിളിലല്ലേ പരിശോധിക്കുന്നത്. ഇന്നൊന്ന് വീട്ടിൽ ചെല്ലുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? എന്നിട്ട് നിങ്ങൾ ഗൂഗിളിനകത്തുനിന്ന് കയറിയിട്ട് മാരിബ് അണക്കെട്ടെന്ന് അടിച്ചു നോക്കുമോ? അതല്ലെങ്കിൽ മാരിബെന്ന് അടിച്ചു നോക്കുമോ? നിങ്ങൾക്ക് കാണാം മാരിബ് അണക്കെട്ട് എങ്ങനെയാണ്, എങ്ങനെയാണ് മാരിബ് അണക്കെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ബൽക്കീസ് രാജ്ഞിയുണ്ടല്ലോ, യമനിന്റെ സങ്ങായിന്റെ രാജകുമാരിയായ ബൽക്കീസ് ഉണ്ടല്ലോ, താറും പാറയും കൊണ്ട് നിർമ്മിച്ചതാണ്, താറും പാറയും കൊണ്ട് നിർമ്മിച്ചതാണ് മാരിബ് അണക്കെട്ട്. ബ്രിട്ടീഷുകാരുടെ പാലവും ബ്രിട്ടീഷുകാരുടെ ആ തുരങ്കവും ഒക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിലുണ്ട്. എത്ര വർഷം പഴക്കമുള്ളതാ.
അതേസമയം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭരണകർത്താക്കൾ ഇപ്പൊ വയ്ക്കുന്ന ഏതെങ്കിലും ഒരു പാലമോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുരങ്കമോ നമുക്കിപ്പോ അത് ഒരു 5 കൊല്ലത്തിനപ്പുറം നിലനിൽക്കൂല. പക്ഷേ ബ്രിട്ടീഷുകാര് പണിഞ്ഞത് ഇപ്പോഴും നിലനിൽക്കുന്നു. എന്താണ്? എന്റെ പ്രിയപ്പെട്ടവർക്ക് കൈയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് കൈയിട്ട് വരേണ്ട ആവശ്യമില്ല. ബൽക്കീസ് കൈയിട്ട് വരേണ്ട ആവശ്യമില്ല. ബൽക്കീസ് ടാറും പാറയും കൊണ്ട് നിർമ്മിച്ചതാണ് മആരിബ് അണക്കെട്ട്. ഈ അണക്കെട്ടിനെ ഒരിക്കലും ആർക്കും തന്നെ പൊട്ടിക്കാൻ കഴിയൂല. വല്ലാത്തൊരു അണക്കെട്ടാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫഅർസൽനാ അലൈഹിം സൈലൽ അരിമി. അല്ലാഹ് അങ്ങ് പൊട്ടിച്ചു. അല്ലാഹ് അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. 2 ഭാഗത്ത് സുന്ദരമായ ഇടത്തും വലത്തും തോട്ടം. ആ തോട്ടത്തിലേക്ക് ഈ അണക്കെട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ആ സ്ഥലത്ത് നിന്ന് എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവര്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവരിലേക്ക് അതാ അണക്കെട്ട് പൊട്ടിയങ്ങ് ഒഴുകുകയാണ്. ബദൽനാഹും ജന്നതൈനി ദവാതൈ യുകുലിൻ ഖംതിൻ വഅസ്രിൻ ബശയ്യിൻ മിൻ സിദ്രിൻ ഖലീൽ. അല്ലാഹ് പറയുകയാണ്, ഇന്നവിടെ ചെന്നാ കാണുന്നത് കാറ്റാടി മരങ്ങൾ മാത്രമാണ്. കാറ്റാടി മരങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെയോ ഇലന്ത വൃക്ഷം, പിന്നെ കയ്പുള്ള കായ കയ്പാണ്, അത് തിന്നാൻ പോലും കൊള്ളൂല. അത് മുഴുവനും ഇങ്ങനെ അലക്ഷ്യമായിട്ട് വളരുന്ന മുളക്കൂട്ടങ്ങളും കാറ്റാടി മരങ്ങളും ഇങ്ങനെ പടർന്നു പന്തലിച്ച് കിടക്കുക. അണക്കെട്ട് അല്ലാഹു തആല തുറന്നു വിട്ടു. ഇതെല്ലാം പടച്ചോ നശിപ്പിച്ച് കളഞ്ഞിട്ട് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത കുറെ സാധനങ്ങൾ മാത്രം അവിടെ ഉണ്ടാക്കി. എന്റെ സഹോദരങ്ങളെ, നല്ല സത്രങ്ങള് പാതിവടിയിൽ അള്ളാഹു കൊടുത്തു. അവര് പറഞ്ഞു, പടച്ചോനെ ബാഇദ് ബൈന അസ്ഫാരിന, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കയറി അവിടെ ചെന്നിറങ്ങണം, അത് മതി, സത്രം ഞങ്ങൾക്ക് വേണ്ട, ഉള്ള നീ സെറ്റപ്പാക്കി തന്നാ മതി. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു എന്താ ചെയ്തത്? അള്ളാഹു ചന്ന ഭിന്നമാക്കി കളഞ്ഞു. നാട്ടുകാരെന്ത് ചെയ്തു? ചന്ന ഭിന്നമായി പോയി. പലരും പല ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർത്തു. അങ്ങനെ യസ്രിബിലും വന്നു കുറെ ആളുകൾ. 2 കൂട്ടരാര, ഔസും ഖസ്റജും. അങ്ങനെയാണ് ഔസു ഖസ്റജ് മദീനയാകുന്ന പഴയ യസ്രിബിലെത്തിയത്. അതവിടെ നിൽക്കട്ടെ. പടച്ചൊരു ഈമാൻ ഇല്ലാത്തതിന്റെ പേരിൽ അവരെ അങ്ങ് മാറ്റിക്കളഞ്ഞു. ഇനി ഞാൻ പറയുന്നത്, ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് ആർക്കും പരിശോധിക്കാൻ പറ്റില്ല. പറ്റുമോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല നമുക്ക് അറിയുമല്ലോ. നബിതങ്ങളുമായിട്ട് നടന്നു വരുമ്പോ ഒരു മുനാഫിക്ക്, ഉമർ തങ്ങൾക്ക് നല്ലതുപോലെ അറിയാം നാട്ടിലെത്ര മുനാഫിക്കീങ്ങളുണ്ട്, നാട്ടിലെത്ര മോമിനീങ്ങളുണ്ട് എന്നൊക്കെ ഉമർ തങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം പണ്ടൊക്കെ അവരുടെ കൂട്ടത്തിലായിരുന്നല്ലോ. മാത്രമല്ല ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇത്തിരി ധൈര്യവും സ്ഥൈര്യവും ഒക്കെ ഉള്ളതിന്റെ പേരിൽ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ അറിയാം. നബിയുടെ മുമ്പിൽ അകപ്പെട്ടപ്പോ ഒരു മുനാഫിക്ക് നബിയോട് പറഞ്ഞു അസ്സലാമു അലൈക്കും. നബി തങ്ങൾ സലാം മടക്കി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, പടച്ചോനാണ്, ഇവൻ മൂമിനല്ല, ഇവൻ അടി കിട്ടാന്ന് പേടിച്ചിട്ട് സലാം പറഞ്ഞു, നിങ്ങൾ ഉള്ളതുകൊണ്ട് ഇല്ല ഇപ്പൊ ഇവനെ കൊന്നുകളഞ്ഞന എന്ന് പറഞ്ഞിട്ട് നബിയോട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഉമറിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഉമറെ, ഒരാളുടെ ഈമാൻ പരിശോധിക്കാൻ നമ്മളാളല്ല, അവന്റെ ഉള്ളിലുണ്ടാകേണ്ടതാണ് ഈമാൻ എന്ന് പറയുന്നത്. നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെന്നവരാ. അബ്ദുൽ കലാമിന്റെ ഈമാനിനെ പറ്റി നമുക്ക് എന്തെങ്കിലും അറിയോ എന്റെ സഹോദരങ്ങളെ? അബ്ദുൽ കലാമിന്റെ ഈമാനിനെ പറ്റി നമുക്ക് എന്തെങ്കിലും അറിയോ? പക്ഷേ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ജുമാ പ്രസംഗത്തിൽ മൊത്തം APJ അബ്ദുൽ കലാം ആയിരുന്നു വിഷയം. കാരണം ഒരുപാട് സന്ദേശങ്ങൾ നമുക്കുണ്ട്. ജീവിതത്തിൽ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ പറ്റി നല്ലത് പറയുന്ന ഒരു സമൂഹം ഉണ്ടാകണം. നമ്മളെ പറ്റി കരയാൻ നമ്മുടെ ഭാര്യമാരുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ടാ? എനിക്കിനി ആരെ, എന്റെ 2ാം കെട്ടേറിയായി പോയി, ഇനി ആരെന്നെ കെട്ടുമെന്നാ ചോദിക്കുന്നത്. ഭർത്താവ് മരിച്ചുപോയി, എനിക്കിനി ആരെ. മക്കള് കരയും, വാപ്പ കരയും, ഉമ്മ കരയും, അവരൊക്കെ കരയും. എത്ര നാള് കരയും? 3-ാം പത്തി കഴിഞ്ഞ കരച്ചിലൊക്കെ തീർന്നു. പിന്നെ നമ്മളെ ഓർക്കുമ്പോഴൊക്കെ കരയുന്ന ഒരു സമൂഹം ഉണ്ടാവും. ആരാ? കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ളവര്. ആര് കൊടുക്കാനാ? അവര് കരയും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിക്കുമ്പോൾ ആകാശഭൂമികൾ കരയണം, മുസല്ല കരയണം, നിസ്കാരപ്പായ കരയണം, ഖുർആൻ കരയണം, തസ്ബീഹ്മാല കരയണം. മടയറ പ്രദേശത്തിലൂടെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിന്റെ ബാങ്ക് കേട്ടപ്പോലും നടന്നുപോയ മുസ്ലിമേ, നീ നടന്നു പോകുന്ന ഭാഗത്തുള്ള മൺതരികൾ നിന്റെ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ കരയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നെഞ്ചു വിരിച്ച് നടക്കുമ്പോ നാളെ മലർന്നിട്ട് 2 വിരലുകൾ കൂട്ടിക്കെട്ടിയിട്ട് നമ്മുടെ സന്തൂക്കിൽ ചുമന്നിട്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ ഖിറാഅത്തുകൾ കേട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട വീടിന്റെ 4 ഭാഗത്തുമുള്ള വൃക്ഷലതാദികൾ നമുക്ക് വേണ്ടി കരയണം. അബ്ദുൽ കലാം മരിച്ചപ്പോ ചരിത്രത്തിൽ വൈറ്റ് ഹൗസിന്റെ പതാക പാടി താഴ്ത്തിക്കെട്ടിയ ചരിത്രം, അതും ഒരു വിദേശിയായ നേതാവിന് വേണ്ടിയിട്ട്. വേറെ ഏതാ ഉള്ളത്? അതും ഒരു മുൻ രാഷ്ട്രപതിയാണ്. എന്റെ സഹോദരങ്ങളെ, രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് വലിയൊരു സന്ദേശം കൈമാറിയിട്ടുണ്ട്. പിറന്നാൾ എന്താന്ന് ചോദിച്ചു പുള്ളിയോട്. BBC ന്യൂസ് ചോദ്യം നടത്തിയത്.
BBC നിങ്ങൾ അറിഞ്ഞില്ലേ? BBC ന്യൂസ് VIP-കൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യോത്തര ഒരു പങ്ക്തി സംഘടിപ്പിച്ചു. അതിൽ VIP-കളോട് മാത്രമാണ് ചോദ്യം ഇതാണ്: എന്താണ് പിറന്നാൾ, ബർത്ത്ഡേ എന്നാൽ എന്താണ്? ആ സമയത്ത് പല പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരും ഒക്കെ മറുപടി പറഞ്ഞു. പക്ഷേ ഒന്നാം സ്ഥാനം കിട്ടിയത് ഈ സാധനത്തിനാ. എന്താ കാര്യം? ചില്ലറ കാര്യമാണോ? ബുദ്ധിമാനല്ലേ? രാമേശ്വരത്ത് അദ്ദേഹത്തിന്റെ പിതാവ് പള്ളിയിലെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ പിതാവ് പള്ളിയിലെ ഇമാമാണ്. സൈനുൽ ആബിദീൻ അദ്ദേഹം പള്ളിയിലെ ഇമാമാണ്. ആ സമയത്ത് കക്ക പറക്കാൻ പോയും പത്രം വിൽക്കാൻ പോയിട്ടും പഠിച്ചയാളാ അബ്ദുൽ കലാം. ഈ അബ്ദുൽ കലാം BBC ന്യൂസ് ചോദിച്ച ചോദ്യത്തിന് മറുപടി എഴുതി: പിറന്നാൾ എന്താണ് എന്ന്. നിന്റെ കരച്ചിൽ കണ്ടിട്ട് നിന്റെ ഉമ്മ ചിരിച്ച ഒരേ ഒരു ദിവസം, അതാണ് പിറന്നാൾ. ഏതെങ്കിലും മക്കൾ മറിഞ്ഞു വീണ് കരയുമ്പോൾ ഉമ്മ ചിരിക്കുവോ? ചിരിക്കൂല, കരയും. ഉമ്മ കൂടെ കരയില്ലെങ്കിൽ വിഷമിക്കും. പക്ഷെ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് ഉമ്മ ചിരിക്കുന്ന ഒരേ ഒരു ദിവസം ഏതാ? അത് പിറന്നാളാണ്. കാരണം എത്ര നാളത്തെ ആഗ്രഹമാണ് വയറ്റിൽ നിന്ന് ഒഴിഞ്ഞ് താഴോട്ട് വന്നത്. എന്തൊരു സന്തോഷമാണ്. അതല്ലേ ഒരു വലിയ സന്ദേശം ലോകത്തിന് കൈമാറി. فاجهد لنفسك أن تكون إذا بكوا في حال موتك لاهقا مسرورا. സഹോദരങ്ങളെ, ഒരു കളിപാടുകയാണ്. നീ പ്രസവിക്കപ്പെടുന്ന സമയത്ത് കരഞ്ഞുകൊണ്ടാണ് ദുനിയാവിലോട്ട് വന്നത്. ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ എന്ന തിരുവനന്തപുരത്തെ SAT ഹോസ്പിറ്റലില്, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഏത് ഹോസ്പിറ്റലിലാണോ കൊണ്ടുപോകുന്നത്, ആ ലേബർ റൂമിന്റെ മുമ്പിലേക്ക് നീ ചെല്ലുമ്പോ നിന്റെ ഭാര്യ പ്രസവിച്ചെന്ന വാർത്ത കേൾക്കുമ്പോൾ നിന്റെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടാ ഭൂമിയിലേക്ക് വരുന്നത്. ആ സമയത്ത് 4 ഭാഗത്ത് നിൽക്കുന്നവർ ചിരിക്കുകയാ. പ്രസവത്തിന്റെ വേദന അറിഞ്ഞ പെണ്ണേ, മരണസമാനമായ വേദന സഹിച്ച ഉമ്മ, എന്തോ ഒരു ചിരിയാ. 15 വർഷമായി, 20 വർഷമായി, 9 വർഷമായി, 8 വർഷമായി, 5 വർഷമാ. കുഞ്ഞുങ്ങളില്ല, മുട്ടാത്ത വാതിലുകളില്ല, പോകാത്ത ഹോസ്പിറ്റലുകളില്ല. ഇപ്പൊ ഇതാ അല്ലാഹു ഒരു പൊന്നുമോനെ തന്നിരിക്കുകയാണ്. പ്രസവത്തിന്റെ വേദന മറന്നില്ലേ? പ്രസവത്തിന്റെ ദുഃഖം മറന്നില്ലേ? നിനക്കിപ്പോ സന്തോഷമാണ്, നിനക്കിപ്പോ ആനന്ദമാണ്. ഈ സമയത്ത് കുഞ്ഞോ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഒരു മഹാൻ പറയുന്നു: ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫി ഹാലി മൗതിക ലാഹികൻ മസ്റൂറാ. അന്ന് ചിരിച്ചവരെ കരയുന്ന ഒരു ദിനമുണ്ട്. അന്ന് നീ കരഞ്ഞുകൊണ്ടാണ് വന്നത്. അന്ന് ചുറ്റുമുള്ളവർ ചിരിച്ചു. ഇനി നീ അവര് ചിരിക്കും. അവര് കരയുമ്പോ, ചിരിച്ചവര് കരയുമ്പോ, കരഞ്ഞുകൊണ്ട് വന്ന നീ ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകണം. എന്റെ സഹോദരങ്ങളെ, മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് മരിക്കണം. ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അബ്ദുൽ കലാമിന്റെ ഒരൊറ്റ വർത്തമാനം കൊണ്ടാണ്. പഠിക്കുന്നവർ, നിഷ്പക്ഷ ബുദ്ധിയോടെ പഠിക്കുന്നവരൊക്കെ അത് മനസ്സിലാക്കും. പിന്നൊരിക്കല് അദ്ദേഹം പറഞ്ഞ വാക്കാ: ഞാൻ ജനിച്ചതിന്റെ അന്ന് മുതൽ ശ്രദ്ധിക്കുക. അബ്ദുൽ കലാം പറയാ: ഞാൻ ജനിച്ചതിന്റെ അന്ന് മുതൽ നോക്കുക, എന്റെ ഇടത്തെക്കാലും വലത്തേക്കാലും തമ്മിൽ വലിയ മത്സരമാണ്. ഒരു കാല് മുമ്പിൽ വരുമ്പോ മറ്റേ കാല് ചാടി മുമ്പിൽ വരും വീണ്ടും. അപ്പൊ ഈ വലത്തേക്കാല് വിട്ടുകൊടുക്കോ, വീണ്ടും ചാടി മുമ്പിൽ വരും. അപ്പൊ ഇടത്തേക്കാല് മിണ്ടാതിരിക്കോ, വീണ്ടും മുമ്പിൽ വരുന്നു. മത്സരമാണ്. പക്ഷേ ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നുമില്ല. കാരണം എന്താ? മരിക്കുമ്പോ അങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ചല്ലേ കെട്ടിവിടുന്നത്. ആരെങ്കിലും ജയിച്ചോ? ആരെങ്കിലും പരാജയപ്പെട്ടോ? ഇല്ല. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു: ഫമൻ സുഹസിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഇവിടത്തെ ജയം ഒരു ജയമല്ല, ഇവിടത്തെ പരാജയം ഒരു പരാജയമല്ല. വിജയ പരാജയങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു: നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന ആരോ അവൻ വിജയിച്ചു, അല്ലാത്തവരൊക്കെ പോയി. അപ്പൊ നമ്മുടെ നാട് നന്നാകണം, നമുക്ക് സ്വർഗപ്രവേശനം ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ, അപ്പൊ നാട് നന്നാകണമെങ്കിൽ ഒരാളുടെ ഈമാൻ നമുക്ക് അളക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ ചർച്ച തൽക്കാലത്തേക്ക് ഞാൻ മാറ്റിവെക്കുന്നു. ഒന്നാമത് വേണ്ടത് നാട് നന്നാകാൻ ഈമാൻ. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. എത്ര ഭാഗ്യവാന്മാരാ നമ്മൾ, ഇല്ലേ? ഇവിടെ എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന അമുസ്ലിം സഹോദരങ്ങൾ ഉണ്ടാവുമല്ലോ.
എന്റെ അമുസ്ലിം സഹോദരങ്ങൾ, എന്റെ ഈ പ്രഭാഷണം അവസാന സമയം വരെ എന്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവർ ശ്രവിക്കണം. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കട്ടെ, ഐക്യത അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ നമുക്ക് അല്ലാഹു നൽകിയ വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ്. നമ്മളൊക്കെ എങ്ങനെയുള്ളവരാ? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താ? വെളിയങ്കോട് ഉമർ ഖാദി നമ്മളെ പറ്റി പറഞ്ഞെന്താണ്? എന്റെ സഹോദരങ്ങളെ, നമ്മൾ മറന്നുപോയോ? നമ്മൾ എന്തിനാണ് നമ്മളെ പറ്റി ഉമർ ഖാദി തങ്ങൾ പറഞ്ഞത്? അയാ ഫാഖിറം ബിന്നസബി കൈഫ തഫാഖുറു വഅസ്ലുക മുമിൻ ഖബലു തീയം വനായരു വആശാരി വമൂശാരി വമണ്ണാനു പറയരു വചട്ടി വചാനാരു വനാടാരു പാണരു. ഇതാണ് ഉമർ ഖാദി നമ്മളെ പറ്റി പറഞ്ഞത്. എന്തിനാ അഹങ്കരിക്കുന്നത്? എന്റെ വാപ്പാരാ. എന്റെ വാപ്പ മുസ്ലിം, അബ്ദുൽ അസീസ് എന്ന പേര്. അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേരെനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വാപ്പ ഞാൻ കണ്ടിട്ടില്ല. മുസ്ലിം ആയിരിക്കാം, അല്ലാതിരിക്കാം. അദ്ദേഹത്തിന്റെ വാപ്പ മുസ്ലിം ആയിരിക്കാം. തലമുറ നമ്മൾ 5-6 തലമുറ എടുത്ത് നോക്കിയാല് നമ്മുടെ വാപ്പാടെ വാപ്പയൊക്കെ മുസ്ലിം ആയിരിക്കും. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞാലോ ചെട്ടിയാരോ ചാമരോ നാടാരോ പാണരോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഹൈദറൂസ് തങ്ങളുടെ അങ്ങനെയല്ല. അതാ തങ്ങന്മാർ നമ്മളുള്ള വ്യത്യാസം. എന്റെ വാപ്പ മുസ്ലിം, എന്റെ വാപ്പാടെ വാപ്പ മുസ്ലിം ആയിരിക്കാം, അദ്ദേഹത്തിന്റെ വാപ്പാടെ വാപ്പ മുസ്ലിം ആയിരിക്കാം, അല്ലാതിരിക്കാം. അത് പിന്നെ അങ്ങോട്ട് പറയാൻ പറ്റൂല. പക്ഷേ തങ്ങന്മാര്, സയ്യിദുമാര്, ആദരണീയരായ സാദാത്യങ്ങളുടെ വാപ്പ മുസ്ലിമാണ്, വാപ്പാടെ വാപ്പ മുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ വാപ്പ മുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ വാപ്പയും മുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയും മുസ്ലിമാണ്. അവസാനം ചെന്നെത്തുന്നു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു ആ ഗുരുത്വ നമുക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എത്ര കൊല്ലായി ഇവിടെ വന്നിട്ട്? എത്ര കൊല്ലായി? 10 കഴിഞ്ഞു. നാട് നല്ല ഗ്രാമം പിന്നെ ഈ നടയറ അല്ലാതെ പിന്നെ ഏതാ? നടയറ ഒരു നാട് നന്നായ പള്ളിയിലെ ഇമാമിന് എത്ര കൊല്ലോണം വേണോ ഇരിക്കാം? ഇമാമും നന്നാവണം. സദറായിരുന്നാലും ആരായിരുന്നാലും അധ്യാപകരും മുഅല്ലിമീങ്ങളൊക്കെ നന്നാകണം. എങ്കിൽ 2 കൂട്ടരും തമ്മിൽ യോജിച്ചു പോയാൽ എന്നെ 3 കൊല്ലത്തിൽ കൂടുതൽ ഒരു പള്ളിയിൽ ഇരുത്തൂല, പറഞ്ഞു വിടും. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ നാട് നല്ല ഗ്രാമമാണ്, നമ്മുടെ നാട് നല്ല നാടാണ്. ഈ നാട് ഉണ്ടാകാൻ ഒന്ന് ഈമാൻ ഉണ്ടാകണം. ഈമാൻ എങ്ങനെയാണോ നമുക്ക് സമ്പാദിക്കേണ്ടത് ആ രീതിയിലൊക്കെ സമ്പാദിച്ചോളി. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതുണ്ടാകേണ്ടത് എന്താണ്? തഖ്വ, വത്തഖൗ, സൂക്ഷ്മത. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അതേ പറയാൻ നമ്മൾ യോഗ്യരുള്ളൂ. കാരണം പരസ്പര തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യാൻ നമുക്ക് സംസാരിക്കാം. ഈമാൻ പറയാൻ നമ്മൾ ആളല്ല. കാരണം എത്രയോ കാണാൻ രസമില്ലാത്ത, ആരും വാതിൽക്കൽ മുട്ടിയാൽ തുറന്നു കൊടുക്കാത്ത, വിവാഹാലോചന നടത്തിയാൽ കെട്ടിച്ചു കൊടുക്കാത്ത, കൈനീട്ടിയാൽ ഒന്നും കൊടുക്കാത്ത, എത്രയോ ജട പിടിച്ച മുടിയുള്ള മുഷിഞ്ഞ വസ്ത്രം ധരിച്ച എത്രയോ പേരുണ്ട്. അവരല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. എന്നാ നല്ല ടിപ് ടോപ്പോടുകൂടി വരുന്നവന് പകല് നേരങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ നല്ല പുള്ള ചമച്ചിട്ട് പാതിരാത്രിയിൽ വീടിന്റെ ഉള്ളറകളിൽ വിദേശ മദ്യം പൊട്ടിച്ചു കുടിച്ചിട്ട് പിറ്റുന്ന നേരം വെളുക്കുമ്പോ നല്ല സ്റ്റിഫോടെ ഷൈനോടെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് നല്ല വിദേശ പെർഫ്യൂം ഒക്കെ അടിച്ചിട്ട് നല്ല പുള്ള ചമഞ്ഞ് നിൽക്കുന്നു. പക്ഷേ രാത്രി വല്ല നല്ലത് പൂശിയിട്ട് കിടന്നയാളാ. എന്റെ സഹോദരങ്ങൾ അറിയാൻ പറ്റുമോ? ഇല്ല. ഈമാൻ ഒരാളെ പറ്റി നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒന്നാമതൊരു നാട് നന്നാകാമുണ്ടാകേണ്ടത് ഈമാനാണ്. രണ്ടാമത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, സൂക്ഷ്മതയുണ്ടാകലാണ്. സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കാകെയുള്ള 1 മണിക്കൂർ കൂടിയാണ്. സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാ പറയുകയാണ്, തഖ്വയുണ്ടാകണേ, തഖ്വയുണ്ടാകണേ. തഖ്വയ്ക്ക് വേണ്ടിയിട്ടല്ലേ നോമ്പ് പിടിച്ചത് ഈ കഴിഞ്ഞ വിശുദ്ധമായ റമളാൻ മാസത്തിൽ? എന്റെ സഹോദരങ്ങളെ, കേരളക്കാരായ നമുക്കെന്ത് നോമ്പാണ്? കാരണം എന്റെ 13 മണിക്കൂർ നോമ്പ് പിടിച്ചത്. തറാവീഹ് കഴിയുന്നത് സമയം മുതൽ മഴയാണ്, നോമ്പ് തുറക്കുന്നത് വരെയും മഴയാണ്. നമുക്ക് ക്ഷീണമറിഞ്ഞിട്ടില്ല, നമുക്ക് ദാഹമറിഞ്ഞിട്ടില്ല, വിശപ്പറിഞ്ഞിട്ടില്ല. ആർക്കാ നോമ്പ്? ഈ കൊല്ലത്തെ നോമ്പാർക്കാണ്? വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ. ഖത്തറിൽ എന്റെ സഹോദരങ്ങള് റമളാന് 3 ദിവസം മുമ്പ് ഖത്തറിലെ പ്രഭാഷണത്തിന് പോകുമ്പോ 58 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. പുറത്തിറങ്ങാ കഴിയുന്നില്ല. പാവപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാണ്, ഗൾഫ് നാടിന്റെ മണമുള്ള പൈസ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മൾ ചിന്തിച്ചു പോയോ?
ചിന്തിച്ചു പോയോ? അവരുണ്ടാക്കുന്ന പൈസാക്കുന്ന മരത്തില്, റിയാല് കാക്കുന്ന മരത്തില് പിടിച്ചു കുലുക്കിയിട്ടാണ് പൈസ കൊണ്ടുവരുന്നതെന്ന് ചിന്തിച്ചു പോയോ? പ്രിയപ്പെട്ടവരെ, വല്ലാതെ കഷ്ടപ്പെടുന്നവരാണ്, വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നവരാ പാവപ്പെട്ട ഗൾഫുകാര്. അവര് കഷ്ടപ്പെട്ട് 16 മണിക്കൂർ നോമ്പെടുത്തവരാണ്. ഇംഗ്ലണ്ടിൽ എന്റെ സഹോദരങ്ങളെ, ഇപ്പൊ ഇംഗ്ലണ്ടില് അവിടെ നോമ്പെടുത്തത് 19 മണിക്കൂറാണ്. നമുക്കോ ആകെ 13 മണിക്കൂറാണ്. സഹോദരങ്ങളെ, നോമ്പെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? തഖ്വയുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, പള്ളി നിറഞ്ഞ് കവിഞ്ഞല്ലോ. റമളാൻ കഴിഞ്ഞ് പെരുന്നാളിനെ സന്തോഷത്തോടെ പള്ളിയിലെ ഇമാമിനെ കൈപിടിച്ച് മുസാഫർ ചെയ്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് വിട പറഞ്ഞു പോയി. പിന്നെ പള്ളി കണ്ടിട്ടില്ല. തഖ്വയുടെ കുറവാ. സഹോദരങ്ങളെ, ഒരു വലിയ മലവെള്ള പാച്ചൽ വരുന്നത് പോലെ പള്ളിക്കകത്ത് കയറി നിസ്കാരത്തോടെ നിസ്കാരമാണ്. ഖുർആൻ ഖത്തം തീർത്തു ഒരുപാട് ദിക്ർ സ്വലാത്തുകൾ ചൊല്ലി റമളാൻ കഴിഞ്ഞപ്പോഴെല്ലാം മടക്കി വെച്ചിട്ട് മദ്യത്തിന്റെ പിറകെ, പെണ്ണിന്റെ പിറകെ, മണ്ണിന്റെ പിറകെ പോകുന്നവരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ഇനി പറയുന്ന കാലം എന്റെ ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരോട് പറയുകയാണ്, ചുണക്കുട്ടികളായ ഇഹ്സാൻ ചെറുപ്പക്കാരോട് പറയുകയാ, ഒരു വിപ്ലവകരമായ മാറ്റം വേണം പ്രിയപ്പെട്ടവര്. ഒരു വിപ്ലവകരമായ മാറ്റം നമുക്ക് വേണം. ഈ നാട്ടിലൊരാളൊരു തിന്മ ചെയ്താ പടച്ചവനെ തന്നെയാണ് സത്യം. അവന് മാത്രമല്ല ശിക്ഷ വരുന്നത്, അവന് മാത്രമല്ല അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത്. വിശുദ്ധമായ ഖുർആനിലിട്ട് പരിശോധിച്ചു നോക്കുമ്പോ സൂറത്തുൽ അൻഫാലിലൂടെ പടച്ചതമ്പുരാ പറയുന്നതെന്താണ്? പെങ്ങളെ, സീരിയൽ കണ്ടുപോയതിന്റെ പേരിൽ നിനക്ക് മാത്രമല്ല പടച്ചവന് ശിക്ഷ വരുന്നത്. അല്ലാഹു പറയുന്നു, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സാ. അല്ലാഹു പറയുകയാ, വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ. ലാ തുസീബന്നല്ലദീന കഫറൂ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സാ. നിങ്ങളിൽ തെറ്റ് ചെയ്തവർക്ക് മാത്രമായിട്ടല്ല ശിക്ഷ തരൂല. നോമ്പ് പിടിക്കാത്തവരെ നിങ്ങൾക്ക് മാത്രമല്ല ശിക്ഷ തരൂല. നിസ്കരിക്കാത്തവരെ നിങ്ങൾക്ക് മാത്രം ശിക്ഷ തരൂല. നേപ്പാൾ ദുരന്തം നടന്നപ്പോ ഞാനും നിങ്ങളും അവർക്ക് വേണ്ടി ദുആ ചെയ്ത് പടച്ചോനെ ദുനിയാവിലെ ശിക്ഷ മാറ്റിക്കൊടുക്കണേന്ന്. ഇവിടെ 25 രൂപയുടെ ഒരു പ്ലേറ്റ് ബീഫ് കഴിക്കണമെങ്കിൽ ഒരു വിവരമില്ലാത്ത MP പ്രസംഗിച്ചതാണ് 25,000 കൊടുത്ത് പാകിസ്ഥാനിൽ പോണമെന്ന്. എന്ത് പറഞ്ഞാല് പാകിസ്ഥാൻ. എന്തേ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രൈവറ്റ് ബസ് പോലെയാണോ? സഹോദരങ്ങളെ, 25 രൂപയുടെ ബീഫ് കഴിക്കണമെങ്കിൽ 25,000 രൂപ കൊടുത്ത് പാകിസ്ഥാനിൽ പോകാൻ പറയുമ്പോ അഗ്നി സൂര്യദേവനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ ചൂടുകൊള്ളാൻ ഇവിടെ അവസരമുള്ളൂ. അല്ലാത്തവര് പാകിസ്ഥാനിൽ പോണേ. എന്താണ് ഇങ്ങനെ പറയുന്നതെന്നറിയോ? പാകിസ്ഥാൻ എന്ന് പറയുമ്പോ മുസ്ലിമിന്റെ ചോര തിളച്ച് അവൻ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുമ്പോ വെക്കടാ വെടിയെന്ന് പറഞ്ഞിട്ട് രാജ്യത്ത് ഒരുപാട് പാവപ്പെട്ടവന് പെട്രോൾസ് കത്തിച്ച് പാരമ്പര്യമുള്ള ഭരണകർത്താക്കൾ അവനെ വെടിവെച്ചിട്ട് വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമം നടത്തുമ്പോ ഈമാനുള്ള മുസ്ലിമുണ്ടല്ല. സഹോദരങ്ങളെ, പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുമ്പോ നേപ്പാളിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ? 2 ലക്ഷത്തോളം വരുന്ന മാടുകളെയാണ് വെട്ടിക്കൊന്നത്. 2 ലക്ഷത്തോളം വരുന്ന മാടുകളെയാണ് കഴുത്തറുത്തുകൊന്നത്. സഹോദരങ്ങളെ, പടച്ചോ വെറുതെ വിടുവോ? നേപ്പാള് ദുരന്തം വന്നപ്പോൾ എന്റെ സഹോദരങ്ങളെ, പാവപ്പെട്ട വീട്ടിൽ കിടന്നിറങ്ങിയ കുഞ്ഞുങ്ങൾ മരിച്ചുപോയില്ലേ? എത്രയോ സ്ത്രീകളാ വിധവകളായി മാറിയത്, എത്രയോ സഹോദരങ്ങളാ വിഭാര്യരായി മാറിയത്, എത്രയോ പൊന്നുമക്കളാ അനാഥരായി മാറിയത്, എത്രയോ സമ്പന്നമായ എത്രയോ ബിസിനസ് സാമ്രാജ്യമാണ് നോക്കുമ്പോ നിലത്തുവീണ് പുകപടലങ്ങളായി മാറിയത്. എന്റെ സഹോദരങ്ങളെ സംഭവിക്കുന്നത്? അല്ലാഹു പറയുന്നു, വത്തഖൂ ഫിത്ന ലാ
തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖസ്സാ. തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ടല്ല ശിക്ഷ കൊടുക്കൂല. ആയിഷ ബീവിയുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ഹദ്ദിസ്നി അനി സൽസല, എന്താണ് ഭൂചലനമെന്നൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വ്യഭിചാര ഹലാലാക്കപ്പെടുന്ന കാലം വന്ന സഹോദരങ്ങളെ, വ്യഭിചാര ഹലാലാക്കപ്പെടുന്ന കാലമല്ലേ? സംശയമുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു നഗരമല്ലേ, അന്യ സംസ്ഥാനമായ കർണാടക സ്റ്റേറ്റിലെ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ. ആദരണീയനായ മദനി ഉസ്താദിനെ കാണാൻ പോയിട്ട് മടങ്ങി വരുമ്പോ ബാംഗ്ലൂർ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോ ബസ് സ്റ്റാൻഡിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് വഴിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ പോയിട്ടുള്ളവർക്കറിയാം, അടിയിലൂടെ പാലപ്പിനടിയിലൂടെ വരുമ്പോ 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള സുന്ദരികളായ പെണ്ണുങ്ങൾ സാരി ഉടുത്ത് മുഖത്തെല്ലാ ക്രീമും തേച്ച് അവര് വലിയ സൗന്ദര്യവതികളായി സ്വയം അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ വരി വരിയായി നിൽക്കുകയാണ്. ആരെങ്കിലും ഒരു പുരുഷന് ആ പെണ്ണിന്റെ മുഖത്തെങ്ങാനും നോക്കിപ്പോയാൽ ആ പെണ്ണോടി വന്ന ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് പെട്ടെന്ന് പുറത്ത് കിടക്കുന്ന ഓട്ടോയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി വ്യഭിചരിക്കാൻ പ്രേരിപ്പിക്കുന്ന നാടാണ് ബാംഗ്ലൂര്. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കണേ. എന്നിട്ട് അവരൊരു സമരം നടത്തി ന്യായമായ ഞങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കണേ. അവർക്ക് വേണ്ടി ഓശാന പാടാനും ഭരണരാജാക്കന്മാര് വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവൾ പറയുന്നു, വ്യഭിചാരം അനുവദിക്കപ്പെടുന്ന കാലം വന്ന മദ്യപാനം അധികരിക്കുന്ന കാലം വന്നാൽ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് കന്യാകുമാരി വരെയുള്ള കേരളത്തിലെ മക്കൾക്ക് ഒരു വർഷം അരിവാങ്ങി കഞ്ഞി വെച്ച് കുടിക്കാൻ 2880 കോടി രൂപയാണ് വേണ്ടത്. ഒരു വർഷം കേരളത്തിലുള്ള മക്കളെ കാണുന്നവർക്ക് പെണ്ണുങ്ങൾക്ക് കഞ്ഞി വെച്ച് കുടിക്കാന്, ചോറ് വെച്ച് കഴിക്കാന് അരിയുടെ പൈസ എത്രയെന്നറിയോ? 2880 കോടി രൂപയാണ് വേണ്ടത്. 2880 കോടി രൂപയാണ് കേരളത്തിൽ ഒരു വർഷം അരിക്ക് വേണ്ടത്. എന്നാൽ ഒരു വർഷം കേരളത്തിലും മദ്യത്തിന് വേണ്ട പൈസ എത്രയെന്നറിയോ? 12,000 കോടിയാണ്. 12,000 കോടിയാണ്. ഇത് ബിവറേജസിന്റെ കണക്കാ. പട്ടചാരായത്തിന്റെ കണക്ക് വേറെ, വിദേശ മദ്യത്തിന്റെ കണക്ക് വേറെ. സഹോദരങ്ങളെ, മദ്യം അധികരിക്കുന്ന കാലം വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, വിപ്ലവകരമായ മാറ്റം ഇൻസാനിലൂടെ ഉണ്ടാകുമ്പോ ചെറുപ്പക്കാരോട് പറയുകയാണ്, വാദ്യോപകരണങ്ങൾ അധികരിക്കുന്ന കാലം വന്ന, റിയാലിറ്റി ഷോകൾ അധികരിക്കുന്ന കാലം വന്ന, റിയാലിറ്റി ഷോകൾക്കെതിരെ പ്രസംഗിച്ചപ്പോൾ സഹോദരങ്ങളെ, ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഇന്റർനെറ്റിലൂടെ ഒരുപാട് ആക്ഷേപങ്ങൾ പണ്ഡിതന്മാർക്ക് നേരെ എഴുതിവിട്ടു. മുസ്ലിയാക്കന്മാർക്ക് എന്താണ് ഈ റിയാലിറ്റി ഷോകൾക്കെതിരെ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് അതിനെതിരെ കൂരമ്പകൾ അയച്ചപ്പോ മുസ്ലിം സഹോദരിമാര് ചോദിക്കുകയാണ്, ശരിയാണ്, അവര് കാണാതെ സിനിമയുടെ സീരിയലിന്റെ പേര് പറയോ? അവര് കാണാതെ പാട്ടിന്റെ കാര്യം പറയുമോ? അവസാനം എന്ത് പറ്റിയെന്നറിയോ? സ്വന്തം പ്രിയപ്പെട്ട പൊന്നുമോൾ ഡാൻസ് മാസ്റ്ററുടെ കൂടെ പോയി ശരീരം പങ്കുവെച്ചപ്പോൾ, ഡാൻസ് മാസ്റ്ററോടൊപ്പം പോയി ശരീരം പങ്കുവെച്ചപ്പോ അതിനെതിരെ ഉമ്മ വേവലാതിയോടെ രംഗത്ത് വന്നപ്പോ ആ പെണ്ണ് ചോദിച്ചതെന്താണ്? ഞാൻ എന്റെ ഇക്കയുമായിട്ട് എന്റെ മാസ്റ്ററുമായിട്ട് ഞാൻ ശരീരം പങ്കുവെച്ചെങ്കിൽ എന്റെ ഉമ്മക്കെന്താ? എന്റെ ഉമ്മ പ്രശ്നമാക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ മുമ്പിൽ ഇസ്ലാമിനെ കരിവാരി തേച്ചു പോയ സഹോദരിമാരായി നമ്മുടെ പെൺമക്കൾ മാറാ പാടിയ നബിതങ്ങളുടെ പ്രിയപ്പെട്ടവൾ പറയുന്ന വാദ്യോപകരണങ്ങൾ അധികരിക്കുന്ന കാലം വന്ന, റിയാലിറ്റി ഷോകൾ അധികരിക്കുന്ന കാലം വന്ന അള്ളാഹു ഒരു പരീക്ഷണാർത്ഥം കൊടുക്കുന്നതാണ് ഈ ഭൂചലനമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞെങ്കിൽ ഈ ഭൂചലനം വന്ന നാട്ടിലുള്ള നശിച്ചുപോയവര് മാത്രമാണോ നശിക്കുന്നത്? മോശക്കാര് മാത്രമാണോ നശിക്കുന്നത്? ഒരിക്കലുമല്ല. അല്ലാഹു നിങ്ങളിലെ തെറ്റ് ചെയ്യുന്നവർക്ക് മാത്രമല്ല അല്ലാഹു ശിക്ഷ കൊടുക്കുന്നത്. എല്ലാവർക്കും അല്ലാഹു തആല അതിൽ ഒരു പങ്ക് കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ നബി തങ്ങൾ പഠിപ്പിച്ചു മാ തൊഫീഫ. ഇനി ഞാൻ കുറത്തെ തിന്മകൾ പറയാം.
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങൾ അതെങ്ങനെ സംഭവിച്ചതാണ്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മാ തൗഫീഫ ഖൗമുന കൈലാ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരാളുണ്ടായാൽ ആരും തന്നെ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നില്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കച്ചവടക്കാരെ, ഏത് കച്ചവടമാകട്ടെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാ തൗഫീഫ ഖൗമുന കൈലാ, ഒരു സമൂഹവും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തൂല. ഇല്ലാ മനഹമുല്ലാഹു ലഖത്റാ. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഈ വിഷയം കേൾക്കണേ. ഒരു നാട്ടിൽ അളവിലും തൂക്കത്തിലും കുറവരുത്തുന്ന ഒരു സമൂഹമുണ്ടായാൽ, അളവിലും തൂക്കത്തിലും കുറവരുത്തുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായാൽ അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? ഇല്ലാ മനഹമുല്ലാഹു ലഖത്റാ. അല്ലാഹു തആല മഴ ഈ നാട്ടിൽ നിന്ന് മാറ്റിക്കളയുമെന്നാണ്. കുടിക്കാൻ വെള്ളം കിട്ടൂല. സഹോദരങ്ങളെ, കുടിവെള്ളം പോലെ പടച്ചോ മുടക്കിക്കളയും. വെള്ളമല്ലേ എല്ലാത്തിനും വേണ്ടത്. വെള്ളമില്ലാതെ എന്താ ഉണ്ടാവുക? വെള്ളമില്ലെങ്കിൽ കറണ്ടില്ല, വെള്ളമില്ലെങ്കിൽ മനുഷ്യന്റെ അടുത്ത് സമ്മതിക്കാൻ പറ്റൂല, വെള്ളമില്ലെങ്കിൽ നിവർന്നു നിൽക്കാൻ പറ്റൂല, വെള്ളമില്ലെങ്കിൽ എന്റെ സഹോദരങ്ങളെ ലോകത്തിന്റെ താളം തെറ്റുന്നതാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ ഇല്ലാ മനഹുമുല്ലാഹു ലഖത്റാ, അല്ലാഹു മഴയെ നിങ്ങൾക്ക് തടയുന്നതാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരോട് പറയുകയാണ്, ഒരു സാധനത്തെ പോലും നിങ്ങളെ കുറവ് വരുത്തല്ലേ, ഒരു സാധനത്തിന് പോലും നിങ്ങളെ കുറവ് വരുത്തല്ലേ. അങ്ങനെ കുറവ് വരുത്തിയാ നിങ്ങൾക്ക് മാത്രമല്ലാതെ ബാധിക്കുന്നത് ലോകത്തിന്റെ നായകനെ ഒന്നും പഠിപ്പിച്ച പ്രവാചകനെ മാത്രമല്ല, നിസ്കാരം മാത്രം പഠിപ്പിച്ച പ്രവാചകനല്ല, നോമ്പ് മാത്രം പഠിപ്പിച്ച പ്രവാചകനല്ല, നബിതങ്ങളെ പഠിപ്പിക്കാതെ പോയ ഏതാണ് മാർഗമുള്ളത്? ലോകത്തെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റ് അല്ലേ നബി മുഹമ്മദ് മുസ്തഫ? ലോകത്തെ ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ് അല്ലേ നബി മുഹമ്മദ് മുസ്തഫ? ലോകത്തെ ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റ് അല്ലേ നബി മുഹമ്മദ് മുസ്തഫ? ലോകത്തെ ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റ് അല്ലേ നബി മുഹമ്മദ് മുസ്തഫ? നബിതങ്ങളെ പറയാത്ത മാർഗങ്ങളില്ല, നബിതങ്ങളെ കാണിച്ചു തരാത്ത മാതൃകകൾ ലോകത്തില്ല. ലോകത്തിന്റെ നായകനെ പഠിപ്പിക്കുകയാണ്. നടയറ എന്ന് പറയുന്ന പ്രദേശത്ത് ആരെങ്കിലും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയാൽ, ഈസാന ചെറുപ്പക്കാരാ, കടന്നു ചെന്നിട്ട് പറയാ ചങ്കൂറ്റമുണ്ടോ? കടന്നു ചെന്നിട്ട് പറയാ ആണപ്പമുണ്ടോ? എന്റെ പൊന്നു സഹോദര, പാടില്ല, പാടില്ല. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നത് കൊണ്ട് നിങ്ങൾക്കല്ല ദോഷമുള്ളത്. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ ആദരിക്കുന്ന, ഞങ്ങളെ ബഹുമാനിക്കുന്ന, ഞങ്ങളുടെ സർവസവുമായ ഞങ്ങളുടെ നേതാവ്, ഖൽബിന്റെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ അല്ലാഹു മഴ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമല്ലോ, 1.5 കൊല്ലത്തിന് മുമ്പ് മഴയില്ലാത്ത ഒരു സമയമുണ്ടായി. മഴയില്ലാത്തൊരു സമയമുണ്ടായി. അന്ന് പള്ളിയിൽ കയറി എല്ലാവരും, ചെറുപ്പക്കാരൊക്കെ പിന്നെ ഭയങ്കര പള്ളി കയറ്റമാണ്. കാരണം എന്താ? വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. അവസാന കരഞ്ഞ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മലപ്പുറം സ്കൂൾ ഗ്രൗണ്ടിൽ മഴയത്തടിയുള്ള നിസ്കാരം നടന്നു. എല്ലാവരും പിന്നെ ദുആ വേണ്ടാന്ന് പറയുന്നവർക്ക് അപ്പോഴൊക്കെ ദുആ ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണ്? വെള്ളം ഇല്ലെങ്കിൽ കാര്യം തീർന്നില്ലേ? അവസാനം അവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞെങ്ങനെന്നറിയാം, പടച്ചോനെ ഞങ്ങൾക്ക് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നീ തരണ്ട, 4 കാലിക്കെങ്കിലും വെള്ളം കൊണ്ട് പടച്ചോനെ. അപ്പൊ ഓസന് കുടിക്കാമല്ലോ. നീ 4 കാലിക്കെങ്കിലും വെള്ളം കൊണ്ട് പടച്ചോനെ. അള്ളാഹു ആരുടെയോ കണ്ണുനീര് കണ്ടിട്ട് അതുപോലെ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു. അതുപോലെ സുബൈക്ക് 1/2 മണിക്കൂർ മുമ്പ് പള്ളിയിൽ വരും, തസ്ബീഹ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ദുആ. പടച്ചോനെ വെള്ളമില്ല. എല്ലാവരും ദുആ. അള്ളാഹു 2 ദിവസത്തേക്ക് നല്ലൊരു മഴ കൊടുത്തു. പിന്നെ ഒരുത്തനെ പള്ളി കാണാനില്ല. എന്താടാ പള്ളി വരാത്ത? മഴയല്ലേ മഴ, പിന്നെ എങ്ങനെ പള്ളിയിൽ വരും? നന്ദി കെട്ടവരല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ നന്ദി കെട്ടവരല്ലേ? മഴ അള്ളാഹു തന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ മഴ പെയ്യുന്ന മാസം ഏതാ? നമ്മുടെ പ്രായമുള്ളവരൊക്കെ പറയുന്നതനുസരിച്ച് കബീർ ഹുസാൻ അറിയാൻ കഴിയും. ഏത് മാസം? ഇടവ മാസം, ഇടവപ്പാതി അല്ലേ, അങ്ങനെയൊക്കെ പറയില്ലേ? ഇടവപ്പാതി, ഇടവ മാസത്തിന് ഇടവപ്പാതിയായ ഇടവഴി തോറും വെള്ളവുമാണ്. എന്നാൽ ഇടവപ്പാതിയിൽ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇംഗ്ലീഷ് മാസമാണെങ്കിൽ പറയാം
ജൂൺ മാസമാകുമ്പോൾ മഴ അങ്ങോട്ട് പെയ്യാ. കുട്ടികള് പുതിയ ബാഗും പുതിയ കൊടയും പുതിയ വസ്ത്രവും യൂണിഫോം ആയിട്ടൊക്കെ പോകുമ്പോ അവരെയൊക്കെ നനച്ച് തിരിച്ച് കുളിപ്പിച്ച് വീട്ടിൽ കയറ്റുകയാണ്. മഴയോട് മഴ. എന്റെ സഹോദരങ്ങളെ, ലോകത്തിന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു ഇടവത്തിലല്ല, ഒരു ജൂണിലല്ല മഴ പെയ്യുന്നത്. മാമിന് സാഅത്തിൻ ഇല്ല സമാഉ തുംതറു. ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആകാശത്തിന്റെ ജോലി എന്താ? ആകാശത്തിന് അള്ള കൊടുത്ത ഒരു ജോലി എന്താ? മഴ പെയ്യിപ്പിക്കുക. വൻസൽനാ മിനൽ മുഅ്സിറാത്തി മാ സജ്ജാജ. അള്ള പറയുന്നു ആകാശത്തിന്റെ ഡ്യൂട്ടി എന്താണ്? മഴ പെയ്യിപ്പിക്കൽ തന്നെ. സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് ഇപ്പോഴും മഴ പെയ്യാണ്, ഇപ്പോഴും മഴ പെയ്യാണ്, ആകാശം മഴ പെയ്യിപ്പിക്കുകയാണ്. അപ്പൊ എന്താ ഉസ്താദ് നമുക്ക് കിട്ടാത്തത്? നമുക്ക് കിട്ടാത്ത എന്താ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നാട്ടിലുള്ളവരെ കുഴപ്പക്കാരായ, നാട്ടിലുള്ളവരെ മോശക്കാരായ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ മഴത്തുള്ളികളെ പടച്ച തമ്പുരാൻ ഉൾക്കാടുകളിലേക്ക്, ഉൾക്കടലുകളിലേക്കെല്ലാം മാറ്റിക്കളയുമെന്നാണ്. ഓരോ സെക്കൻഡിലും മഴ പെയ്യുന്നുണ്ട്, ഓരോ സെക്കൻഡിലും മഴ പെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, മോശപ്പെട്ട സ്വഭാവം വന്ന കമ്പോളങ്ങളിൽ നടക്കുന്ന സംസാരം പോലെ പള്ളിക്കകത്ത് സംസാരം നടന്നാൽ, കമ്പോള സംസ്കാരം പോലെ പള്ളിക്കകം കമ്പോളമാക്കി മാറ്റിയാൽ, രാഷ്ട്രീയത്തിന്റെ സംഘടനയുടെ പേരിൽ പള്ളികളുടെ ഉള്ളിൽ ചർച്ചയായി മാറിയാൽ, ഉമ്മായം വാപ്പായം തല്ലുന്ന കാലം വന്ന, ഭാര്യ ഭർത്താവിനനുസരിക്കാത്ത കാലം വന്ന, മക്കൾ അനുസരണക്കേട് കാണിക്കുന്ന കാലം വന്ന, സഹോദരങ്ങളെ, നബിതങ്ങളെ പറയുകയാണ്, ഉൾക്കാടുകളിലേക്കും വനങ്ങളിലേക്കും അല്ലാഹു തആല ഉൾക്കടലുകളിലേക്ക് പടച്ചോനെ മഴത്തുള്ളികളെ അങ്ങ് മാറ്റുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തീർച്ചയിൽ തീർച്ച ഏതൊരു നാട്ടിൽ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നുവോ ആ നാട്ടിലും മഴ അല്ലാഹു ഇറക്കുന്നതല്ല. മഴ കിട്ടൂല, മഴ കിട്ടൂല. തഖ്വ വേണം. ഒരു നാട് നല്ല ഗ്രാമമാകണമെങ്കിൽ എന്റെ സഭയിൽ പടച്ചോ മഴ വർഷിപ്പിച്ചപ്പോഴാണ് അല്ലാഹു തആല ഭൂമിയോട് അതിനെ സസ്യങ്ങൾ മുളപ്പിക്കാൻ പറഞ്ഞത്. ആകാശം ഭർത്താവ്, ആകാശം ഭർത്താവ്, ഭൂമി ഭാര്യ. ആകാശമാകുന്ന ഭർത്താവിന്റെ ബീജത്തുള്ളികളാകുന്ന മഴത്തുള്ളികളാണ് ഭൂമിയാകുന്ന ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് പോയി അല്ലാഹു പറയുന്നു, മക്കളാകുന്ന സസ്യങ്ങളെയും തോട്ടങ്ങളെയും അല്ലാഹു തആല ഭൂമി പ്രസവിച്ചു വിടുകയാണ്. എന്റെ സഹോദരങ്ങളെ, ഈ നാട്ടിലും മഴ കിട്ടിയിരുന്നില്ല. എന്താ കാര്യം? കമ്പോളങ്ങൾ കയറി നോക്ക്, അളവിലും തൂക്കത്തിലും കുറവ് വരുത്താൻ. അളവിലും തൂക്കത്തിലും ഖുർആൻ പറഞ്ഞല്ലോ, വൈലുൽ മുത്തഫിഫീൻ. എന്താ അവരുടെ സ്വഭാവം? അല്ലദീന ഇദക്കത്താലു അലന്നാസി യസ്തൗഫൂൻ. അങ്ങോട്ട് തൂക്കിയെടുക്കണേ കറക്റ്റ് ആയിട്ട് എടുക്കും. കാരണം എന്താ? അങ്ങോട്ട് തൂക്കിയെടുക്കണേ ഉടനെ പോയി ഫാൻ ഓഫ് ആക്കും. കാരണം എന്താ? ഫാനിന്റെ കാറ്റുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ആടിയാലോ അത് എനിക്ക് കുറഞ്ഞു പോകൂലേ. അങ്ങനെ ഫാനൊക്കെ ഓഫ് ആക്കിയിട്ട് വളരെ ഈ എന്താണ് ഭൂത കണ്ണാടിയൊക്കെ വെച്ച് നോക്കിയിട്ട് അവർ തൂക്കിയെടുക്കും, അളന്നെടുക്കും. പക്ഷെ വൈദാ കാലുഹും അവസനവും യുഖ്സിറൂൻ. ഇങ്ങോട്ട് തൂക്കി കൊടുക്കുന്നതാണെങ്കിലോ കുറവ് വരുത്തും അലക്ഷ്യമായിട്ട്. എന്താ പടച്ചം കൊടുക്കുന്ന ശിക്ഷ എന്നറിയോ? ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ മരിക്കാൻ നേരത്ത്, കച്ചവടം ചെയ്ത് ജീവിച്ചയാളാ, മരിക്കാൻ നേരത്ത് ഈ 2 തുലാസിന്റെ തട്ടിന്റെ ഏറ്റക്കുറച്ചിൽ അറിയിക്കുന്ന ഒരു സൂചി ഉണ്ടല്ലോ, ഇരുമ്പിന്റെ ഒരു സൂചി. ആ സൂചി കൊണ്ട് നെഞ്ചത്ത് കുത്തിയിറക്കുന്ന വേദന അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ വേദന അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ്, സക്കറാത്തിന്റെ ഹാലിലാണ് കെലിമ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവളാ കെലിമ പറഞ്ഞു കൊടുക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കെലിമ പറഞ്ഞു കൊടുക്കുമ്പോ ആ സഹോദരന് കെലിമ പറയാൻ പറ്റുന്നില്ല. കെലിമ പറയാതിരിക്കുമോ വേദനയില്ല. കെലിമ പറയാൻ നാവ് പൊന്തിക്കുമോ സൂചി കൊണ്ട് നെഞ്ചത്ത് കുത്തുന്ന വേദനയാണ്, സഹിക്കുന്നില്ല. എന്തേ കാര്യമെന്ന് അന്വേഷിക്കുമ്പോൾ ഒരു പണ്ഡിതൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഭാര്യയോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് കച്ചവടക്കാരനല്ലേ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുമോ? ഇല്ല, അളവിലും തൂക്കത്തിലും എന്റെ ഭർത്താവ് ഇന്ന് വരെ കുറവ് വരുത്തിയിട്ടില്ല. പിന്നെ എന്റെ ഭർത്താവിനൊരു ദുസ്വഭാവം ഉണ്ട്. എന്താണെന്നറിയോ? ഇപ്പൊ തങ്ങൾക്ക് ഞാൻ അളന്നു കൊടുക്കാൻ, ഞാൻ കച്ചവടക്കാരനാന്നിരിക്കട്ടെ, തങ്ങളെ വന്നൊരു സാധനം വാങ്ങി ഞാൻ തുലാസിൽ അളന്നിട്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ സഞ്ചി കാണിച്ചു, ഇത് സാധനമായി കൊണ്ടുപോയി. അതിന്റെ അവശിഷ്ടം പൊടിപടലങ്ങൾ അതിൽ കിടക്കായിരുന്നു. അപ്പോഴാണ് കബീർ മുസ്താർ വന്നത്. കബീർ മുസ്താർ വന്നിട്ട് 2 എനിക്കും തരാൻ പറഞ്ഞു. ഞാൻ അതിൽ തന്നെ വാരിയിട്ട് തൂക്കി കൊടുത്തു. ഇതെന്റെ ഭർത്താവിനൊരു സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ
ആദ്യം അളന്നുകൊണ്ടുപോയ ആളിന് കൊടുക്കേണ്ടത് പൂർണ്ണമായിട്ട് കൊടുക്കാതെ അവശിഷ്ടം അലക്ഷ്യമാകിട്ട് ആ തട്ടിൽ തന്നെ കിടന്നിട്ട് ശേഷം വരുന്നയാളിന് അളന്നു കൊടുക്കുന്ന അതിൽ തന്നെയാണ് ആ ഒരു തെറ്റെന്റെ ഭർത്താവ് ചെയ്യും, അറിഞ്ഞുകൊണ്ടല്ല. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, പണ്ഡിതൻ പറഞ്ഞു, കശ്മിന്റെ ആലിമാൻ, അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്റെ സഹോദരങ്ങളെ. ആ പണ്ഡിതൻ പറഞ്ഞു, നിന്റെ ഭർത്താവ് ഈ ഒരു ചെയ്തി ചെയ്തതിന്റെ പേരിലാണ് കലിമ പറയാൻ നേരത്തുന്ന നെഞ്ചിനകത്ത് സൂചി കൊണ്ട് കുത്തുന്ന വേദന. അപ്പോഴേ തൂക്ക അളന്ന് വാങ്ങാൻ വേണ്ടി സഞ്ചിയും കൊണ്ട് വന്ന് നിൽക്കുന്നവനെ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് വാരി ഇപ്പുറത്തോട്ട് ഇടുന്നവന്റെ അവസ്ഥ പിന്നെ പറയണോ എന്റെ സഹോദരങ്ങള്. സഹോദരിമാര് ചിന്തിക്കും, അത് പിന്നെ ആണുങ്ങൾക്കല്ലേ ഈ കച്ചവടം, പെണ്ണുങ്ങളും കച്ചവടം തുടങ്ങി. ഇപ്പൊ ഓണം വരാൻ പോവാ, വഴിയോരങ്ങളിൽ അവരും തുടങ്ങും കച്ചവടം. ഉണ്ണിയപ്പം 15 രൂപ, നെയ്യപ്പം 12 രൂപയെന്നും പറഞ്ഞ് അവരും ഇറങ്ങുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്ന ഒരു കാലം വന്നാൽ അല്ല പറയുകയാണ്, മഴ ഇറക്കൂല, മഴ തുള്ളി വിട്ടൂല, മഴ കിട്ടൂല, മഴ കിട്ടൂല. തീർന്നില്ല സഹോദരങ്ങളെ, നബിതങ്ങള് പറയുകയാണ്, വ്യഭിചാരം അധികരിക്കുന്ന കാലം വന്നാൽ, ഒരു നാട് വ്യഭിചരിക്കുന്ന നാടായി മാറിയാൽ എല്ലാവരും വ്യഭിചരിക്കണമെന്നില്ല. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ. ഒരു നാട്ടിലാരെങ്കിലും വ്യഭിചരിക്കുന്ന കാലം വന്നാൽ, അതങ്ങനെ തുടർന്നു പോകുന്ന കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാലം വന്നാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നില്ല, മരണം ഇങ്ങനെ അല്ലാഹു തആല കൊടുക്കുന്നവരാണ്. മരണം പെട്ടെന്ന് ഇങ്ങനെ നടക്കുന്നവരാണ് സഹോദരങ്ങളെ. ചികിത്സയില്ലാത്ത രോഗങ്ങളല്ല കൊടുക്കുന്നവരാണ്. മരണമെന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് അടുക്കുന്ന രോഗങ്ങളല്ല കൊടുക്കുന്നവരാണ്. ഈ എയ്ഡ്സ് എന്ന് പറയുന്ന മാറാ രോഗത്തിന് ചികിത്സയില്ല, അതിനൊന്നും വരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല. പഞ്ചായത്തുകളിൽ ചെല്ലുമ്പോൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോ അവിടെ ഗർഭനിരോധന ഉറകൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങളൊക്കെ അപരിചയരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഗർഭനിരോധന ഉറകളില്ലാതെ നിങ്ങളെ ബന്ധപ്പെടല്ലേ, ഗർഭനിരോധന ഉറകളില്ലാതെ ശാരീരിക ബന്ധം പുലർത്തല്ലേ. ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല, ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. വ്യഭിചാരത്തോടടുക്കല്ലേ ചെറുപ്പക്കാരാ. ഒരു പെണ്ണ് നമ്മളെ മാടി വിളിക്കുന്ന കാലം വരുമ്പോ, സുന്ദരിയായ സുമുഖിയായ പെണ്ണ് മാടി വിളിക്കുകയാണ്. തറവാടിൽ പിറന്ന പെണ്ണാണ്, സുന്ദരിയാണ്. ആ പെണ്ണ് നിന്നെ വഴിയോരത്ത് വെച്ച് മാടി വിളിക്കുകയാണ്. ആ സമയത്തില്ല, എന്റെ റബ്ബിനെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് പോകാനുള്ള ചങ്കൂട്ടമുണ്ടോ? സുന്ദരനായ ചെറുപ്പക്കാരനാ, പെണ്ണാണെങ്കിൽ അതീവ സുന്ദരിയാണ്. ആരോരെ കടന്നു വരാത്ത ഒരു വീടാണ്, കൊട്ടാരമാണ്. അതിനകത്ത് എല്ലാ ബന്ധനങ്ങളുടെയും ഉള്ളില്, എല്ലാ കഥകളും ബന്ധിച്ചതിന്റെ ഉള്ളില് സുന്ദരിയായ ഒരു പെണ്ണും ഒരു ആണും മാത്രം നിൽക്കുകയാണ്. ആണിനോട് പെണ്ണ് പറയുകയാണ്, എന്തൊരു മുഖകാന്തിയാടാ നിനക്കുള്ളത്. ആ സമയത്ത് സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണ് വലിയ തുറാബിത് മണ്ണിനുള്ളതാണ്, മണ്ണിലേക്ക് പോകാനുള്ളതാണ്. അതിന് നീ ആഗ്രഹിക്കണ്ട, കാമിക്കണ്ട, ഇഷ്ടപ്പെടണ്ട. ആ സമയത്ത് ആ പെണ്ണ് ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, മാഹസന ഷേറക്കാ, എന്ത് നല്ല മുടിയാടാ നിന്റെ മുടി. ആ സമയത്താണ് ആ പെണ്ണിനോട് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇവന്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ളതാണ്. ആ പെണ്ണ് വീണ്ടും പറഞ്ഞു, നിന്റെ കണ്ണ് വല്ലാത്ത കണ്ണാ, അട്രാക്ഷനുള്ള കണ്ണാണ്. ആ ചെറുപ്പക്കാര പെണ്ണിനോട് പറഞ്ഞു, പെണ്ണ് എന്റെ മുഖത്ത് നിന്ന് ഇളകിപ്പോകാനുള്ളതാണ്. നാലാമതാ പെണ്ണ് പിന്നെ വളച്ചു കെട്ടില്ലാതെ പറഞ്ഞു, ഇന്ന ഫിറോസൽ ഹരീരി മബ്സൂട്ട്, ഇതാ പട്ടുമെത്ത വിരിച്ചിരിക്കുകയാണ്. എന്റെ ശരീരത്തിന്റെ ദാഹമൊന്ന് തീർക്കുമോ? എന്റെ മനസ്സിന്റെ രാജകുമാരനാണ് നീയേ. നിന്നെ കണ്ട നാളെ മുതൽ എനിക്ക് വല്ലാത്ത ദാഹമാണ്, പരവേശമാണ്. അതുകൊണ്ടൊന്ന് ദാഹം തീർക്കുമോ എന്ന പെണ്ണ് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരെ പേടിച്ച് സിംഹത്തിന് മുമ്പിൽ അകപ്പെട്ട മാൻപേടയെ പോലെ പുറത്ത് ചാടുകയാണ്. പെണ്ണ് പുറകിൽ നിന്ന് ചാടിയെന്ന് പിടിച്ചു, ജുബ്ബയുടെ പുറകുവശമെന്ന് കീറിപ്പോയി. ആ ചെറുപ്പക്കാരെ പറഞ്ഞു, മാതല്ലോ
അല്ലാഹുവിനെ പേടിക്കുമെന്ന് പറഞ്ഞ് പുറത്ത് ചാടുകയാണ്. ഈ ചെറുപ്പക്കാരനെ ഖുർആൻ പരിചയപ്പെടുത്തി. അൽ ഹുസാന പ്രവർത്തകരെ, ഈ ഒരു വിഭാഗത്തിൽ നിങ്ങൾ പെടണേ. അല്ലാഹുവിന്റെ ഖുർആൻ ഈ ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞിട്ട് പറഞ്ഞത് ഏറ്റവും നല്ല ചരിത്രം ഏതാണ്? അഹ്സനുൽ ഖസസ് ലൂത്ത് നബിയുടേതല്ല, അഹ്സനുൽ ഖസസ് മൂസ നബിയുടേതല്ല, അഹ്സനുൽ ഖസസ് ഇബ്രാഹിം നബിയുടേതല്ല, അഹ്സനുൽ ഖസസ് ഈ ചെറുപ്പക്കാരന്റേതാണ്. ഏതാണ് ചെറുപ്പക്കാരനെന്നല്ലേ? മഹാനായ യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാടി വിളിച്ചത് ഏതെങ്കിലും തെരുവിലെ ഒരു പെണ്ണാണോ? അല്ല, സുന്ദരിയാണ്, സുമുഖിയാണ്, മന്ത്രിയുടെ പത്നിയാണ്, കൊട്ടാരത്തിൽ ആരുമില്ല, ചെറുപ്പക്കാരൻ, അടിമയും കൂടിയാണ്. പക്ഷെ പറഞ്ഞു, മആദല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാ? നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് സ്വാലിഹ്യങ്ങൾ ഉണ്ടാകണം, നമുക്ക് ബന്ധം ഉണ്ടാകണം, സ്വാലിഹ്യങ്ങള്. യൂസുഫ് നബിയെ ഈ പെണ്ണ് മാടി വിളിക്കുമ്പോ യാക്കൂബ് നബി അവിടെ എത്തിയെന്നാണ്. എങ്ങനെ എത്തി? യാക്കൂബ് നബിയുടെ റൂഹിന്റെ, ആത്മാവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായി. ആ സമയത്ത് യൂസുഫ് നബി യാക്കൂബ് നബിയെ നേരിട്ട് കാണുന്നത് പോലെ കാണുന്നു. ആ സമയത്ത് യാക്കൂബ് നബി ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു. നമ്മളെ സംരക്ഷിക്കാൻ എന്റെ സഹോദരങ്ങളെ, നമുക്ക് ആത്മീയമായ ഒരു പിടിവള്ളി നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമ്മെ നന്നാക്കട്ടെ, നമുക്ക് സ്വാലിഹ്യങ്ങളുമായിട്ടുള്ള ബന്ധം അള്ളാഹു തരട്ടെ. നമ്മുടെയൊക്കെ ഉസ്താദുമാര് നടയറെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ, എന്റെ സഹോദരങ്ങളെ നമ്മളൊക്കെ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന, വളരെ ബഹുമാനത്തോടുകൂടി നമ്മളെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് ഉസ്താദ് എന്ന് വിളിക്കുന്ന കൊളപ്പുറം ഉസ്താദിനെ പോലെ, KP ഉസ്താദിനെ പോലെ, ആദരണീയരായ നമ്മുടെ ജാമിയ മന്നാനിലെ ഉസ്താദുമാരെ പോലെ എന്റെ സഹോദരങ്ങളെ, അവരൊക്കെ സ്വാലിഹീങ്ങളാണ്. ദിക്റും സ്വലാത്തുകളുമായി കബീർ ഉസ്താദിനെ നല്ലതുപോലെ അറിയാം, നിങ്ങൾക്കൊക്കെ നല്ലതുപോലെ അറിയാമല്ലോ. നമുക്ക് 2 കൊല്ലത്തെ ബന്ധമുള്ളൂ. നിങ്ങൾക്ക് എത്ര വർഷത്തെ, എത്ര ബന്ധമാണ്, എത്ര വർഷത്തെ ബന്ധമാണ് നിങ്ങൾക്കുള്ളത്? എന്റെ സഹോദരങ്ങളെ, കാണുമ്പോ ഒന്നും വേണ്ട, ദുആരക്കണേ ഉസ്താദ് എന്നൊന്ന് പറഞ്ഞാൽ മതി. അവരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? നമ്മളൊക്കെ ഈ നിന്ന് പോകുന്ന എന്തുകൊണ്ടാ? ഉസ്താദുമാരുടെ ദുആ കൊണ്ടാ. എന്ന് നമ്മുടെ ഉസ്താദുമാര് നമുക്ക് വേണ്ടിയുള്ള ദുആ തീർക്കുന്നു, അന്ന് നമ്മൾ മൂട്ടിൽ വീഴും. ഒരു സംശയം ഉണ്ടാകണ്ട, ഒരു സംശയം അതിലുണ്ടാകണ്ട എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ ദീനിന്റെ വിഷയത്തിൽ നമുക്ക് ചോരത്തിളപ്പുള്ള നമ്മുടെ ഈ യുവത്വത്തിന്റെ സമയത്ത്, അതല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിളകി പോണ്ട, നമുക്ക് മനസ്സിളകി പോകണ്ട. അങ്ങനെ പോയാൽ ഒരു നാടിന് മൊത്തവും ആപത്താണ്. ആ നാട്ടിൽ അല്ലാഹു തആല മരണത്തിലേക്ക് എത്തിക്കുന്ന രോഗങ്ങൾ എത്തിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തീർന്നില്ല സഹോദരങ്ങളെ, നബി തങ്ങൾ പറയുകയാണ്, മാ ലഹറ ഫീ ഖൗമി അമലുലൂ. ഒരു നാട്ടിലെ ലോത്ത് നബിയുടെ അനുയായികളുടെ പ്രവൃത്തി വരുന്നവോ, സ്വർഗാനുരാഗം വരുന്നുവോ, സ്വർഗരതി വരുന്നുവോ, എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിനെ വേണ്ടാണ് മതി എന്ന് പറയുന്ന ഒരു കാലം എവിടെ വരുന്നുവോ, സ്വർഗരതിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സമരങ്ങൾ നടന്നു, എവിടെയെല്ലാം സമര പോരാട്ടങ്ങൾ നടന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലോത്തിന്റെ ജനതയുടെ ജോലി എന്തായിരുന്നു? പെണ്ണുങ്ങൾ വേണ്ട, ആണുങ്ങൾ മതി എന്ന് പറഞ്ഞു ആൺകുട്ടികളുടെ പിറകെ പോയിരുന്ന ഒരു കാലം വന്നപ്പോൾ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതേ പടച്ചതമ്പുരാന പുണ്യ പ്രവാചകനെ പറയുകയാണ്, വമാ ലഹറ ഫീ ഖൗമിൻ അമലുലൂ. ലോത്തിന്റെ ജനതയുടെ പ്രവൃത്തി ഏതൊരു നാട്ടിലുണ്ടാകുന്നവോ, ആ നാട്ടിൽ ഭൂചലനം ഉണ്ടാകുന്നതാണ്, ഭൂമി ഉലുക്കമുണ്ടാകുന്നതാണ്, എല്ലാം നശിച്ച് നാമാവശേഷമാകുന്നതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ കണ്ടില്ലേ, ഒരു അമ്മ ഒരു സ്ത്രീ പോസ്റ്റ് ഇട്ടിരിക്കാൻ, എന്താണെന്നറിയോ? എന്റെ മകന് അനുയോജ്യനായ ഒരു ചെറുപ്പക്കാരനെ ആവശ്യമുണ്ട്. എന്റെ മകൾക്കല്ല, പിന്നെ ആർക്കാ? എന്റെ മകന് അനുയോജ്യനായ ഒരു ചെറുപ്പക്കാരനെ ആവശ്യമുണ്ട്. എന്റെ മകന് 32 വയസ്സായി. 25 വയസ്സും 35 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള നല്ല കാണാൻ അഴകുള്ള ചെറുപ്പക്കാരിൽ നിന്ന് ആലോചനകൾ ക്ഷണിക്കുന്നു. ആർക്കാ? സ്വന്തം മോന് വേണ്ടിയിട്ടാ. അവനിഷ്ടം ഏതാ? പെണ്ണുങ്ങളല്ല, ആണുങ്ങളാ. അതിനെ അമ്മ കൂട്ടി നിന്നു. മണിക്കൂറുകൾക്കകം എത്ര കമന്റുകളാ വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര കമന്റുകളാ വന്നത്! ആക്ഷേപിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും അനുകൂലിച്ചുകൊണ്ടും, കൂടുതലും അനുകൂലിച്ചുകൊണ്ടാ.
എത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നാട്ടില് സ്വവർഗാനുരാഗി അങ്ങനെ പിന്നെ ആലോചിച്ച് നോക്കിയേ. ഇവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും അള്ളാഹു അങ്ങനെയല്ലേ, ഇത് വിരോധാഭാസം എന്നല്ലേ ഇതിന് പറയുക? ഇതിനങ്ങനെയല്ലേ പറഞ്ഞ? എന്തിന് കാട്ടിൽ കൊണ്ട് കെട്ടിയിരിക്കുന്ന മൃഗത്തിനെ പോലും വെറുതെ വിടാത്ത വികാരജീവികളായി ഞരമ്പ് രോഗികളായി മനുഷ്യരുടെ ചെറുപ്പക്കാര് മാറുന്ന അവസ്ഥ ഇല്ലേ? കാട്ടിൽ കൊണ്ട് മേയാൻ പറ്റിയിരിക്കുന്ന മൃഗങ്ങളെ പോലും വിടാത്തൊരവസ്ഥയിലേക്ക് നാണം കെട്ടുപോയ ഏർപ്പാട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ഒരു സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രകൃതി വിരുദ്ധം എന്നാ ഇതിന് പറയുന്നത്. പ്രകൃതി വിരുദ്ധം. പ്രകൃതിക്ക് ഇണങ്ങുന്നതാണ് എന്ത്? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ മക്കൾ ഉണ്ടാവുക, അത് പ്രകൃതിക്ക് അനുകൂലമാണ്. പ്രകൃതി വിരുദ്ധമാകുന്ന എങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ? ഒരു ആട്ടിൻകുട്ടിയെ പ്രസവിച്ചു. ഈ ആട്ടിൻകുട്ടി വളർന്നു വന്നാൽ ഈ തള്ളയാടിനെ വീണ്ടും ഇത് ബന്ധപ്പെടും. ഈ കുട്ടിക്ക് പറയോ എന്റെ അമ്മയാണ്, അങ്ങനെ ഒന്നും പറ്റൂല, അമ്മയാണ് എന്ന് ആട്ടിൻകുട്ടിക്ക് വല്ല ബോധമുണ്ടോ? ഒരു ബോധവും ഇല്ല. ഈ ആട്ടിൻകുട്ടി തള്ളയാടുമായിട്ട് ഇണ ചേർന്ന് വീണ്ടും കുട്ടികൾ ഉണ്ടാകുന്നു. അതുപോലെയല്ലേ മനുഷ്യൻ മകളെ പീഡിപ്പിക്കുന്ന ആരാ മകളെ പീഡിപ്പിച്ചത്? 6 വയസ്സുകാരിയായ മകളെ 60 വയസ്സുകാരനായ പിതാവ് 6 തവണ പീഡിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. ആ ഒരു അവസ്ഥയിലേക്ക് നാടിന്റെ പോക്കെത്തുമ്പോ എങ്ങനാ പടച്ചോ നേപ്പാൾ പോലെ ആകാത്തത്? ഇവിടെ കേരളത്തെ അള്ളാഹു തആല പിടിച്ചു നിർത്തിക്കുന്നത് എന്തുകൊണ്ടാ? അത് പറയാം ഇൻഷാ അല്ലാഹ്. അതാ നമ്മുടെ രാഷ്ട്രീയ വിഷയം. അതാണ് അള്ളാഹു നമ്മളെ എന്തുകൊണ്ടാ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ഇവിടെ എന്റെ സഹോദരങ്ങളെ തഖ്വയില്ല, സൂക്ഷ്മതയില്ല. ഒരു നാട് പിന്നെ എങ്ങനെ നന്നാകാനാണ്? നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാട് നന്നാകണം, തഖ്വയുണ്ടാകണം. പ്രകൃതി വിരുദ്ധമായ ഇടപാടുകൾ നമ്മൾ അവസാനിപ്പിക്കണം. നിങ്ങൾ നോക്കി, ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുമായി ബന്ധപ്പെട്ട വിഷയം. അവര് ഏതെങ്കിലും, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഒരു പശുവിനെ റോഡ് സൈഡിൽ കെട്ടിയിരിക്കാൻ, പാല് കറക്കുന്ന നല്ലൊരു പശുവാണ്. ആ പശുവിനെ റോഡ് സൈഡിൽ കെട്ടിയിരിക്കുമ്പോഴാണ്, പശു ആണോ പെണ്ണോ? കലാം സാഹിബേ പറയും, നിങ്ങളെ പേരൊക്കെ എനിക്ക് അറിയാവും. എന്റെ ജബ്ബാർ സാഹിബ് പുറകിരിക്കുക. പറയും, പശു ആണാ പെണ്ണാ? അബദ്ധം പറഞ്ഞല്ലോ. പെണ്ണല്ല, പശുവിനെ നമ്മൾ ഈ പുരടത്തിൽ കെട്ടിയിരിക്കാം. വാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി ഈ പുരടത്തിൽ പശുവിനെ കെട്ടിയിരിക്കാം. ആ സമയത്താണ് മന്നാനിയ കോളേജിൽ നിന്ന് മുത്താലിമീങ്ങള് ചായ കുടിക്കാൻ വേണ്ടി നടയറോട്ട് വരിക. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും പശു പെട്ടെന്ന് മാറിക്കളെ? പക്ഷെ ആണുങ്ങൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ നിന്നാ പിന്നെ എങ്ങനെ? തുണിയൊന്നും ഉടുത്തിട്ടില്ലല്ലോ. ഏതെങ്കിലും പശു മാറുമോ? ഒരു പശുവും മാറൂല. കാള ആണാണ്. ഈ കാളയെ എവിടെയെങ്കിലും കെട്ടിയിരിക്കാൻ. അപ്പോഴാണ് നമ്മുടെ SM കോളേജ് വിട്ടിട്ട് പെൺകുട്ടികൾ നടയറോട്ട് നടന്നു വരികയാണ്. ഏതെങ്കിലും കാളകൾ, കോളേജ് പഠിക്കുന്ന പെണ്ണുങ്ങളല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ നിന്നാലോന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും കാളകൾ തുണി കൊടുക്കാൻ വേണ്ടി മാറൂ? ഇല്ല. പെണ്ണുങ്ങൾ ഇപ്പൊ അതുപോലെയായി, ആണുങ്ങൾ ഇപ്പൊ അതുപോലെയായി. ആണുങ്ങൾ ഇപ്പൊ നോക്കിയോളൂ, നമ്മളിപ്പോ ഒരാളെ നോക്കിയാൽ ഗൾഫുകാരൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭർത്താവ് കല്യാണം കഴിഞ്ഞു, പെണ്ണിന്റെ വാപ്പ എരന്ന് വാങ്ങിയൊരു ബൈക്ക് എടുത്തു കൊടുത്ത് ആ ബൈക്കിൽ എന്ത് ചെയ്യാ? ഇങ്ങനെ ഭർത്താവ് ഭാര്യയും പുറകിൽ വെച്ചോണ്ട് പോവാ. ഭർത്താവ് എങ്ങനെയാ പോകുന്നത്? സോക്സ് ധരിച്ചിട്ടുണ്ട്, ഷൂ ധരിച്ചിട്ടുണ്ട്, പാന്റ് ധരിച്ചിട്ടുണ്ട്, ഇൻഷർട്ട് ചെയ്തിട്ടുണ്ട്, ഫുൾ കൈയാണ്, കൈ കറക്കാതിരിക്കാൻ വേണ്ടി ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്, ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. ഇവന്റെ എവിടെയെങ്കിലും പുറത്തുണ്ടോ? എവിടെയെങ്കിലും പുറത്ത് കാണാമോ? അതെ, പുറകിരിക്കുന്ന സാധനത്തിന്റെ, പുറകിരിക്കുന്ന ഭാര്യയുടെ അവസ്ഥ. ഇത് ഞാൻ തമാശക്ക് പറയുന്നതല്ല. റബ്ബിന്റെ മുമ്പ് സമാധാനം പറയേണ്ട വിഷയമാണിത്. അള്ളാന്റെ മുമ്പ് സമാധാനം പറയേണ്ട വിഷയമാണ്. ഔറത്ത് മറയ്ക്കാത്ത ഒരു സമൂഹമാണ്. ഇന്നലും നശിച്ച ഒരു വസ്ത്രം ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പേരെനിക്കറിയില്ല. ശരീരത്തിൽ ഒട്ടിക്കിടക്കുന്ന പാന്റ്, ഷോള് ധരിക്കാത്ത ഒരു സമൂഹമായി മുസ്ലിം സമുദായത്തിന്റെ അടക്കമുള്ള സഹോദരിമാര് മാറിയപ്പോ എന്നിട്ട് അവർ പറയുന്ന ആണുങ്ങൾ അവിടെ നോക്കി ഇവിടെ പെട്ടു, ഞങ്ങൾക്ക് നിയമം വേണമെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവാണ് അശോക് സിംഗാൾ, VHPയുടെ നേതാവാണ് അശോക് സിംഗാള്. പുരികം പോലും നരച്ച മനുഷ്യനാ ഈ മനുഷ്യൻ. ഡൽഹിയിൽ പാവപ്പെട്ട ഒരു പെണ്ണിനെ 8ഓളം വരുന്ന കാമകശ്മലന്മാര് ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞപ്പോൾ ആ പ്രതികരണം നടത്തിയപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് അശോക് സിംഗാള് ഒരു പ്രസ്താവന ഇറക്കി. എന്താണെന്നറിയോ? ഭാരതാംബയുടെ പുറത്തൊരു പെണ്ണും പീഡിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണോ? ഇത് ഖുർആൻ പറഞ്ഞ കഥയല്ലേ? ഇത് ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ യുദ്നീനലഹിന്നമിൻ ജലാബീബിഹിന്ന മര്യാദയ്ക്ക് നടക്ക്, വസ്ത്രം ധരിച്ച് നടക്ക്. എന്നാ ദാലിക് യൂറോഫിന, നിങ്ങൾ മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണത്, മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ദാലിക് യൂറോഫിന ഫലാ യുദീൻ, ആരും പീഡിപ്പിക്കൂല നിങ്ങളെ, നിങ്ങൾ ആരും പീഡിപ്പിക്കൂല, മര്യാദയ്ക്ക് നടക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമായ പ്രവർത്തനങ്ങൾ
മറ്റുള്ള പ്രകൃതി വിരുദ്ധമായ ഇടപെടലുകൾ നമ്മൾ നടത്തുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന ശിക്ഷ എന്താ? ഇവിടെ ഭൂചലനം വരികയാ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പടച്ചോനെ കാത്തുരക്ഷിക്കട്ടെ. അഞ്ചാമതായി നബി തങ്ങൾ പറയുന്നു, വമാ തറക ഖൗമുൻ അൽ-അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകരി. നന്മ പറയാ തിന്മ തടയാൻ ആളില്ലാത്ത കാലം വന്ന അൽഹസാന പ്രവർത്തകരോട് പ്രത്യേകം പറയുകയാ. എന്റെ ശബ്ദം ശ്രവിക്കാ പല ഭാഗങ്ങളും ഇവിടെ എത്തപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, പൊന്നു സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഈ പഠിച്ച കാര്യങ്ങൾ ജനങ്ങളെ കെട്ടിച്ചു കൊടുത്ത് അവരെ നന്മയുടെ സൽപന്താവിലൂടെ കൈപിടിച്ചു കൊണ്ടുവരാ മടി കാണിക്കുന്നവരെ, അവര് തിന്മ ചെയ്യുമ്പോ ചെന്നിട്ടവരോട് പാടില്ല എന്ന് പറയാൻ മനസ്സ് കാണിക്കാത്തവര്, അവരുടെ അടുക്കൽ ചെന്ന് പാടില്ല എന്ന് പറഞ്ഞു നരകത്തിലോട്ട് നടന്നു പോകുന്ന പാപപ്പെട്ടവനെ പിടിച്ച് അവനെ സ്വർഗത്തിന്റെ തിരുമുറ്റത്തേക്ക് കൊണ്ടുപോകാൻ മടി കാണിക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന നന്മ കൽപ്പിക്കാ ഇത്രയും പറയുന്ന കേട്ടിട്ട് ഇവിടെ പലിശ വാങ്ങുന്നവനോട് അത് പാടില്ലെന്ന് പറയാ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നന്മ കൽപ്പിക്കാനും തിന്മ തടയാൻ ഒരു നാട്ടിലൊരാളില്ലാതെ വന്നാ നബി തങ്ങൾ പറയുന്നു, ലം തുർഫഅ അമാലുഹും, അവിടെ അമലുകളെല്ലാം ഉയർത്തൂല. ഞാൻ പറയും, നിസാന്റെ പ്രവർത്തകരെ, ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ ഗ്രാമത്തിൽ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ മനസ്സ് കാണിച്ചില്ലെങ്കിൽ ആംബുലൻസ് വാങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്കുള്ള പ്രതിഫലം തരൂല. 2 മണിക്കൂർ ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ട് പടച്ചോൻ എനിക്ക് പ്രതിഫലം തരൂല. നമ്മളിവിടെ ഒരുമിച്ച് കൂടി കിടന്നുറങ്ങേണ്ട സമയത്ത് പോലും ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ഇല്ല, നമുക്കല്ലാഹു നമ്മുടെ അമലകളെ ഉയർത്തുകയില്ല. നമ്മുടെ പ്രാർത്ഥനകളല്ലാഹു സ്വീകരിക്കൂല. ഇവിടെ ഒരാൾ ചെയ്യുന്ന സമൂഹത്തിന് മുഴുവനും ബാധിക്കുകയാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തുമായിട്ട് വരുമ്പോ ശത്രുക്കൾ ചോദിക്കുകയാണ്, സ്വാലിഹേ, ഇന്നലെ വരെ ആടിനെ മേച്ചിടണമെന്ന് നീയാണോ പ്രവാചകന്? അതെ, ഞാനാണ് പ്രവാചകന്. നീ എന്താണ് പറയുന്നത്? നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്നാണ് ഇതുവരെ നിങ്ങൾ ആരാധിച്ചിരുന്ന തെറ്റെന്നാണ് പറയുന്നത്. ഞാൻ അല്ലാഹുവിന്റെ റസൂൽ എന്നാ നിങ്ങളോട് പറയുന്നത്. ആ സമയത്ത് അവർ ചോദിച്ചു, നീ അല്ലാഹുവിന്റെ റസൂലാണോ? അതെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. വല്ല തെളിവുമുണ്ടോ സാലിഹേ? വല്ല തെളിവുമുണ്ടോ നിനക്ക് പറയാൻ? തെളിവുണ്ടായി കൊണ്ടുപോടാ, ഇതല്ലേ ചോദിക്കുന്നത്. തെളിവ് കൊണ്ടുപോവാ. പണ്ട് ചേകന്നൂര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ സെക്രട്ടറി ബഹുമാനനായ ചേലക്കുളം അബുൽ ബുഷ്റ ഉസ്താദ് ജാമിയ മന്നാനയുടെ മുൻ പ്രിൻസിപ്പളാണ്. ബഹുമാനനായ ചേലക്കുളം ഉസ്താദിന്റെ കൂടെ ഇരുന്ന് പഠിച്ച ആളാ ചേകന്നൂര് മൗലവി. അയാള് ജാമിയ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പോയിട്ട് കുത്തുബ് ഖാനെ കയറിയിട്ട് കിതാബ് മുഴുവനും വായിച്ചു. എന്നിട്ട് കിതാബുകൾ പറക്കി അടുക്കി വെച്ചിട്ട് അതിന്റെ പുറത്ത് കയറി ഇങ്ങനെ ഇരുന്നു ശൈത്താൻ. എന്നിട്ട് പറഞ്ഞെന്തെന്നറിയോ? ഞാനും കിതാബ് ഇപ്പൊ ഒരുപോലെ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? കിതാബിനകത്തുള്ളത് എന്റെ തലയിലുണ്ട്, എന്റെ തലയിലുള്ളത് കിതാബിനകത്തുണ്ട്. ഞാൻ മൊത്തം വായിച്ചില്ല, ഇപ്പൊ അതിനകത്തുള്ള എല്ലാം എന്റെ മനസ്സില്ല. അപ്പൊ ഞാനും കിതാബ് ഒരുപോലെ എന്നാ. എന്റെ സഹോദരങ്ങളെ, വലിയ പണ്ഡിതനായിരുന്നു, വലിയ പണ്ഡിതനാണ്. ഈ പണ്ഡിതൻ ഉസ്താദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം പറയുമ്പോ ചോദിക്കും, അതിനെന്താ തെളിവ്? തെളിവ് പറഞ്ഞു കൊടുക്കും. അപ്പൊ ചോദിക്കും, അതിനെന്താ തെളിവ്? അതിനും തെളിവ് പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞതിനെന്താ തെളിവ്? അതിനും തെളിവ് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ദറസെടുക്കാൻ സമ്മതിക്കാതെ തെളിവ് ചോദിച്ച് അവസാനം പഠിപ്പിക്കുന്ന ഉസ്താദ് പറഞ്ഞേടാ, നിന്റെ കാര്യത്തിൽ തെളിവില്ലാതെ പോകും. ശരിയല്ലേ? വല്ല തെളിവ് കൊണ്ടോ? ഏതെല്ലാം കുറ്റങ്ങൾ കണ്ടുപിടിച്ചു. ചേകന്നൂരിനെ കൊന്നാരാന്ന് ഇതുവരെ കണ്ടുപിടിച്ചോ? എന്റെ സഹോദരങ്ങളെ, ഇത് കുരുത്തക്കേടാ. ഇത് പാടില്ല. സ്വാലിഹ് നബിയോട് ചോദിക്കടാ, നീ സമ്മതിച്ചു, നീ ആട്ടിടയനല്ല, നീ പ്രവാചകനാണ്, നീ പെട്ടെന്ന് പൊട്ടി വീണ ആളാ, സമ്മതിച്ചു, നീ തെളിവ് കൊണ്ടുപോവാ. അപ്പൊ എന്ത് തെളിവ് വേണം? അപ്പൊ 4 ഭാഗത്തേക്ക് എന്ത് പറയാൻ ഇവന്റെ എന്ത് പറയാ? നമ്മളാണെങ്കിലും പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഒരാള് ഞാൻ ഇപ്പൊ നല്ല ആളാണെന്ന് പറഞ്ഞു വന്നു, പ്രവാചകനാണെന്ന് പറഞ്ഞു വന്നു, അങ്ങനെ സാധ്യതയില്ല. അപ്പൊ ഈ നാട്ടുകാരെ വെച്ച് എന്ത് തെളിവാ നീ കാണിക്കാൻ പോകുന്നു? നിങ്ങൾ പറയാൻ ഞാൻ കാണിച്ചു തരും. അപ്പൊ ഒരു പാറ കണ്ടു, വലിയൊരു പാറ. സ്വാലിഹ് നബിയോട് അവര് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, ആ പാറ ഒരു ഗർഭിണിയായ ഒട്ടകത്തെ പ്രസവിക്കണം. പറ്റുമോ? പാറ പ്രസവിക്കുക? അതും ആരെ പ്രസവിക്കണം? ഗർഭിണിയായ ഒട്ടകത്തെ പ്രസവിക്കണം. ശരി, റബ്ബിനോട് ദുആ ചെയ്യുന്നു, പടച്ചോനെ, നീ എന്നെ സഹായിച്ചാൽ ഇസ്ലാമിലേക്ക് വരാൻ ജനങ്ങളുണ്ട്, നീ എന്നെ പരാജയപ്പെടുത്തിയാൽ എന്നെ അവരെ തല്ലിക്കൊല്ലും, അതിൽ സംശയമൊന്നുമില്ല. നീ ഏത് ഖൈർ അത് തീരുമാനമെടുക്കണം. തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നു, പെണ്ണിന് പ്രസവ വേദന എങ്ങനെ വരുമ്പോഴോ വേദന എന്റെ സഹോദരിമാർക്ക് അറിയാലോ. സഹോദരിമാർക്ക് പ്രസവ വേദന വരുമ്പോഴുള്ളൊരു വേദന ഉണ്ടല്ലോ, ഒരു ഞരക്കം.
ഒരു കരച്ചില്, ആ ശബ്ദം പാറയിൽ നിന്നുണ്ടായെന്നാണ്. പെണ്ണ് പ്രസവിക്കും പോലെയാ പാറ പ്രസവിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രസവിച്ചവരെ നോക്കി നിൽക്കുമ്പോ ഗർഭിണിയായ ഒട്ടകത്തെ ആ പാറ പ്രസവിച്ചിട്ടു. പ്രസവ വേദന മുഴുവനും സഹിച്ചിട്ട് സ്വാലിഹ് നബി പറഞ്ഞു, ഒരു ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കും, ബാക്കിയുള്ള ദിവസം നിങ്ങളെ ഒട്ടകം വെള്ളം കുടിക്കണം. നിങ്ങളെ ഒട്ടകം വെള്ളം കുടിക്കുന്ന ദിവസം എന്റെ ഒട്ടകം വരൂല, എന്റെ ഒട്ടകം കുടിക്കുന്ന ദിവസം നിങ്ങൾ ആ ഒട്ടകം ആരും കുടിക്കാൻ പാടില്ല. കാരണം അവിടെ ഉള്ള സകലമാന ഒട്ടകങ്ങൾ ഒരു ദിവസം കുടിക്കും, സ്വാലിഹ് നബിയുടെ ഒട്ടകം ഒരു ദിവസം കുടിക്കും. കാരണം എന്താ? അത്രയും കുടിക്കുന്ന വെള്ളം ഇത്രയും ഈ സ്വാലിഹ് നബിയുടെ ഒറ്റ ഒട്ടകം കുടിക്കും. കാരണം അള്ളാന്റെ ദൃഷ്ടാന്തമല്ലേ. അവസാനം അങ്ങനെ വന്നപ്പോ ഉണ്ട്, ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു, വെള്ളാടി പാർട്ടി ഉണ്ടായിരുന്നു ആ നാട്ടില്. അപ്പൊ ഈ ഐറ്റം കുടിക്കുമ്പോ അവരെന്താ ചെയ്യാന്നറിയാമോ? വെള്ളം ചേർത്തേ കുടിക്കുള്ളൂ അല്ലെ? വെള്ളം ചേർത്ത് അല്ലെ കബീർ ശേര, വെള്ളം ചേർത്തല്ലേ? വെള്ളം ചേർത്തല്ലേ കുടിക്കുന്നത്? അപ്പോ ധൈര്യമായിട്ട് ചോദിക്കാം, കാരണം പാവം എന്താ വീഡിയോയിലും കണ്ടു കാണൂല. വെള്ളം ചേർത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ചെറുപ്പക്കാര് വന്നപ്പോ അന്ന് വെള്ളം കിട്ടിയില്ല. എന്താ സംഭവിച്ചത്? അത് സ്വാലിഹിന്റെ ഒട്ടകം കുടിച്ചോണ്ട് പോയി. ശരി, വെള്ളം ചേർത്ത് വെള്ളം കുടിക്കാൻ പോലും ഇല്ലല്ലോ, നാളെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ ഒരുത്തൻ കൊല്ലാൻ തീരുമാനിച്ചു. ഒറ്റ ഒരുത്തനും പറഞ്ഞില്ല, എടാ കൊല്ലരുത്, അത് അള്ളാന്റെ ദൃഷ്ടം, നമ്മുടെ കൺമുമ്പിൽ ഒന്നല്ലേ, നിങ്ങൾ കൊല്ലരുത് എന്ന് ഒരുത്തനും പറഞ്ഞില്ല. അവന് ഒളിച്ചിരുന്നു. അവന്റെ പേര് ഗുദ്ദാർ എന്നാ. ഈ ഗുദ്ദാർ എന്ന് പറയുന്നവന് ഒളിച്ചിരുന്നിട്ട് അതിനെ കൊന്നു. അല്ല ഇതിനെപ്പറ്റി പറഞ്ഞ എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? അല്ല പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, فدمدم عليهم ربهم بذنبهم فسواها. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, فعقروها كذبت ثمود بطغواها إذ انبعث أشقاها. അള്ളാന്റെ വാക്ക് മനസ്സിലാക്കണേ. കذبت ثمود بطغواها, സമൂദ് ഗോത്രം വഴികേടിലായി. എന്നിട്ടല്ല പറയുകയാണ്, إذ انبعث أشقاها, ആ ജനങ്ങൾ വെച്ച് ഏറ്റവും നിന്ദനായ മനുഷ്യനെ ഇറങ്ങി പുറപ്പെട്ടപ്പോ, എന്നിട്ടല്ല ഒറ്റ ഇറങ്ങി വന്ന കാര്യമാണല്ല പറഞ്ഞത്. എന്നിട്ടല്ല പറയുന്നു, ആ ഒറ്റ ഒരുത്തനാണ് കൊന്നത്. പക്ഷെ അള്ളാഹു കൊന്ന കാര്യം പറഞ്ഞപ്പോ അങ്ങനെയല്ല പറഞ്ഞത്, ഈ ഇറങ്ങി വന്ന കാര്യം പറഞ്ഞ ഒറ്റയ്ക്ക് വന്നെന്നാണ്. എന്നിട്ടല്ല പറയുകയാണ്, ഫഖറുഹാ, അവരെല്ലാവരും കൂടി അതിനെ അങ്ങ് കൊന്നുകളഞ്ഞു. സഹോദരങ്ങളെ, കൊന്ന ഒരുപ്പനാണ്, എല്ലാവരും കൊന്നില്ല. പക്ഷെ അല്ല പറയുന്നു എല്ലാവരും കൂടി കൊന്നെന്നാണ്. എന്തേ പടച്ചവൻ അങ്ങനെ പറഞ്ഞതെന്നറിയുമോ? കൊന്ന സമയത്ത് ഒറ്റ ഒരുത്തം പോലെ പറഞ്ഞില്ല കൊല്ലല്ലേ എന്ന്. ഇവിടെ പലിശ വാങ്ങുന്നവനെ കാണുമ്പോ അത് പാടില്ല എന്ന് പറയാൻ ഒരാളില്ലാതെ പോയ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പലിശ വാങ്ങുന്ന ഒരു നാട്ടില് അതിനെ തടയാൻ ആളില്ലാതെ വന്ന പലിശക്കാരെ പലിശക്കാരെ പലിശക്കാരെ, ഇനി അടുത്ത വർഷം എന്നെ വാതില് വിളിച്ചില്ലെങ്കിൽ പ്രശ്നമല്ല. എന്റെ ശബ്ദം ശ്രമിക്കുന്നവരില് ഏതെങ്കിലും ഒരു പലിശക്കാരനുണ്ടെങ്കിൽ അല്ലാഹു തമ്പുരാനെ തന്നെയാണ് സത്യം ഞാൻ പറയുകയാണ്. ഈ സരസ് വിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ല. ഒരു നയാ പൈസ എങ്ങാനും പലിശ വാങ്ങിച്ചു പോയാ മിതപ്പലിശ അമിതപ്പലിശ എന്ന ദീനിലില്ല. പലിശയെല്ലാം ഒരുപോലെയാണ്. പക്ഷെ നബിതങ്ങൾ പറഞ്ഞു 73 ശാഖയുണ്ട് അതിന്റെ ശിക്ഷയ്ക്ക്. അതിന് 73ാമത്തെ ശാഖയ്ക്കല്ല കൊടുക്കുന്നത്. തുബ്രാനിയുടെ ഹദീസാണ്. 73 ശാഖയുണ്ട്. പലിശപ്പണം കൊണ്ട് വീട് വെക്കുന്നവര്, പലിശപ്പണം കൊണ്ട് മക്കൾക്ക് ഡൊണേഷൻ വാങ്ങുന്നവര്, പലിശപ്പണം കൊണ്ട് ഭാര്യയ്ക്ക് സ്വർണം വാങ്ങി കൂട്ടുന്നവര്, പലിശപ്പണം കൊണ്ട് വണ്ടിയെടുക്കുന്നവര്, പലിശപ്പണം കൊണ്ട് വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നവര്, ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നവര്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ 73 ശാഖയാ റബ്ബ് കൊടുത്തിട്ടുള്ളത്. 73ാമത്തെ ശാഖയ്ക്കല്ല കൊടുക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് വെച്ചമ്മ കുടുംബശ്രീയുടെ ലോണിൽ നിന്നും 5000 രൂപ കടമെടുത്തിട്ട് പലിശയ്ക്ക് പണമടയ്ക്കുന്ന പെങ്ങളെ പഠിച്ചു വെച്ചോ. ആദരവായ പ്രവാചകൻ പറയുന്നു,
23ാമത്തെ ശിക്ഷയ്ക്കല്ല കൊടുക്കുന്നത് ഒരാള് തന്റെ ഉമ്മാനെ വ്യഭിചരിക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാ. ഉമ്മാനെ വ്യഭിചരിക്കുന്നവന് കൊടുക്കുന്ന ശിക്ഷയാ. ചില്ലറ കാര്യമാണോ? ചില്ലറ ശിക്ഷയാണോ പടച്ചോൻ കൊടുക്കുന്നത്? 73 ശിക്ഷയാണെങ്കിൽ 1ാമത്തെ വകുപ്പിനല്ല കൊടുക്കുന്ന ശിക്ഷയുടെ കാഠിന്യം പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയൂല, ഈ സദസ്സിന് ഉപകരിക്കൂല, ഈ സദസ്സിലെ ഈ നൂറുകണക്കിന് സഹോദരങ്ങളെ ശ്രമിക്കാനുള്ള മനസ്സ് വരൂല. പ്രിയപ്പെട്ടവരെ, എന്ത് കഠോരമായ തിന്മയാ, എത്ര കഠിനമായ തിന്മയാ, എത്ര രൂക്ഷമായ തിന്മയാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് പരലോകത്താണെങ്കിൽ ദുനിയാവിനല്ല കൊടുക്കുന്നതെന്തെന്നറിയോ? നടയിറങ്ങാന പലിശക്കാര് വന്ന, നമ്മുടെ ഗ്രാമത്തിൽ പലിശക്കാര് വന്ന അല്ലാഹുവിന്റെ റസൂല് മുന്നറിയിപ്പ് തരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നാട്ടിൽ അല്ലാഹു ഭ്രാന്തന്മാരെ തരുന്നതാ. നാട്ടിലുള്ളവരെ ചങ്ങലക്കെട്ട് അല്ലാഹു തആല നാടിന്റെ നടുവിലൂടെ നടന്നുകൊണ്ട് പോകുന്ന അവസ്ഥ അല്ല വരുത്തുന്നതാ. പലിശയ്ക്ക് പണമെടുപ്പിട്ട് വീട് വെച്ചവരെ, നിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിലൂടെ ചങ്ങലക്കിട്ട അവസ്ഥയിലേ നിന്നെ കൊണ്ടുപോകുന്ന ഷോക്കടിപ്പിക്ക. ഭ്രാന്തള്ളതൊരു സംശയമില്ല, ഭ്രാന്തള്ളതൊരു സംശയമില്ല. സഹോദരങ്ങളെ, ഒന്ന് ചെറുതായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. വലിയ വീട് വെച്ചിട്ട് പലിശയ്ക്ക് പണമെടുത്തിട്ടുള്ളവര് തിരിച്ചടക്കാൻ കഴിയാതെ വെപ്രാളപ്പെടുമ്പോ അവന്റെ മനസ്സിന് അസ്വസ്ഥതയല്ലേ? അത് ഭ്രാന്തിന്റെ തുടക്കോ, അത് ഭ്രാന്തിന്റെ തുടക്കമോ, അത് ഭ്രാന്തിന്റെ തുടക്കമാണ്. നിന്റെ മനസ്സ് നിന്റെ മനസ്സ് വേദനിക്കുന്നില്ലേ? നിന്റെ മനസ്സ് നൊമ്പരപ്പെടുന്നില്ലേ? നിന്റെ മനസ്സ് നൊമ്പരപ്പെടുന്നില്ലേ? അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഭ്രാന്തിന്റെ തുടക്കമാണെന്ന് കൂട്ടിക്കോ. ഒരു നാട് തഖ്വയുണ്ടാകണം, അല്ലാതെ വെറുതെ അങ്ങ് നന്നാവൂല. ഇത് ഇല്ലാതെ പോയപ്പോഴാ സഭയിനെ അല്ലാഹു നശിപ്പിച്ചത്. പടച്ചോന് വലിയ താമസമൊന്നുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ, ഈമാന് തഖ്വയുമില്ലാതെ ഒരു ഗ്രാമം നല്ല ഗ്രാമമാവൂല. അപ്പൊ നമ്മുടെ നാട് നന്നാകണമെങ്കിൽ ഒന്ന് അടിയുറച്ച ഈമാൻ ഉണ്ടാകട്ടെ, 2 തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാകട്ടെ നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എനിക്ക് ആകെ കഴിയുന്ന 15 മിനിറ്റാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് നമുക്ക് എത്ര കരുണയുള്ളവനാ. അള്ളാഹു അവന്റെ പ്രവാചകരും എത്ര കരുണാമയനാ. നരകത്തിന്റെ കഥ അല്ലാഹു പഠിപ്പിച്ചു, സ്വർഗത്തിന്റെ അനുഭൂതി അല്ലാഹു പഠിപ്പിച്ചു, സ്വർഗത്തിൽ പോകാനുള്ള വഴികൾ കാണിച്ചു തന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ കാണിച്ചു തന്നു. എന്നിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോയിക്കോളി, നരകത്തിൽ പോകല്ലേ. നമ്മളോ നരകം തിരഞ്ഞെടുക്കുന്നു, സ്വർഗം നമ്മൾ കളയുന്നു. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്? നല്ല ഗ്രാമം ഉണ്ടാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ, 1 ഈമാൻ വേണം, 2 തഖ്വ വേണം. ഇതില്ലാത്തതിന്റെ പേരിൽ അള്ളാഹു നശിപ്പിച്ച ഒരു സമൂഹത്തിന്റെ കഥയും നമ്മൾ പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് നമ്മളെ അള്ളാഹു താല ഇപ്പോ കെയർ ചെയ്തിരിക്കുന്നത്? പടച്ചോ നമ്മളെ സംരക്ഷിക്കുന്ന എന്തിന്റെ പേരില? 2 കാരണം. 2 കാരണം. 1, അല്ല ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ കരുതിയത്? അഫാമിനാഹുൽ ഖുറാ അയ്യതിഹും ബസുനാ ബയാതൻ വഹും നായിമൂൻ. എന്തേ നിങ്ങളെ കരുതുന്നത്? ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളെ അല്ല പിടികൂടില്ലെന്ന് നിങ്ങളെ കണ്ടോ? ഉറങ്ങിക്കിടക്കുമ്പോ രാത്രിയല്ലേ ഉറങ്ങുന്നത്? വീട്ടിൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളെ അല്ല പിടികൂടില്ല എന്ന് നിങ്ങളെ നിർഭയത്വമുള്ളവരാകുകയാണോ? അവാമിനാഹുൽ ഖുറാ അയ്യതിഹും ബസുനാ വഹും യൽഅബൂൻ. കളിതമാശകളുമായി നിങ്ങള് പ്രഭാതത്തിലാകുമ്പോൾ നിങ്ങളല്ല വെറുതെ വിടുമെന്ന് കരുതിയോ? പടച്ചോദങ്ങളെ പിടിക്കുന്ന ഒരു സംശയവും വേണ്ട. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കാത്തതെന്നറിയോ? സഹോദരങ്ങളെ, ഇവിടുന്ന് 2-3 കിലോമീറ്റർ കഴിഞ്ഞാല് കടലുമായി ബന്ധപ്പെട്ട് അടുത്ത് കിടക്കുന്ന നാടല്ലേ നമ്മുടെ നാട്. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ചോദിക്കട്ടെ, കടലിന്റെ തിരമാലകൾ 3 പ്രാവശ്യം റബ്ബിനോട് മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്ന സമയത്ത് കടലിന്റെ തിരമാലകൾ 3 വട്ടം റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ പടച്ചവനെ, പള്ളിയുടെ ബാങ്ക് കേട്ടിട്ട് അതിന്റെ മുമ്പിലൂടെ നിസ്കരിക്കാതെ നടന്നു പോകുന്നവന്, പള്ളിയിൽ ബാങ്ക് കേട്ടിട്ട് സീരിയൽ ശബ്ദം കുറച്ചു വെച്ചിരിക്കുന്ന പെണ്ണിനെ കാണുമ്പോ ഈ പർവ്വതത്തിന്റെ ഈ സാഗരത്തിന്റെ ഈ കടലിന്റെ തിരമാലകൾ റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ നീയും അനുവാദം തന്നാൽ, നീയൊന്ന് സമ്മതിച്ചാ പടച്ചവനെ ഞങ്ങൾ സുനാമി ആകട്ടെ, അല്ലോ
ഞങ്ങൾ അവരെ നക്കിയെടുത്തു കൊണ്ടുവരട്ടെ. അള്ളാഹു തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്തേ കാര്യമെന്നറിയുമോ? അതുപോലെ പർവ്വതം റബ്ബിനോട് പറയുമെന്നാണ്, അള്ളാഹുവേ നിന്നെ അനുസരിക്കാത്തവരിലേക്ക് ഞങ്ങൾ ഇടിഞ്ഞങ്ങ് വീഴട്ടെ, അല്ലാ തകർന്ന് തരിപ്പണമാകട്ടെ, അവരെ കൊന്നുകളയട്ടെ. അല്ല തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഭൂമി റബ്ബിനോട് ചോദിക്കുകയാണ്, പടച്ചവര് എന്റെ പുറത്തൂടെ നിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ നിന്നെ അനുസരിക്കാത്ത കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ വാദം അവരെ ഉള്ളിലേക്കെന്ന് പിടിക്കട്ടെ. ഭൂചലനമുണ്ടാ, ഭൂമിയുടെ അടിയിലേക്ക് ഞങ്ങൾ ആവരിച്ചു പോകുന്നില്ല. എന്തുകൊണ്ടാ സഹോദരങ്ങളെ? കടലിനോട് പർവ്വതത്തോട് അല്ലാഹു ഭൂമിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളാണോ അവരെ പടച്ചത്? അല്ലാഹുവിന്റെ കരുണ കണ്ടോ? പലിശ വാങ്ങുന്നവനെ കാണുമ്പോ, വ്യഭിചാരിയെ കാണുമ്പോ, മദ്യപാനിയെ കാണുമ്പോ, പരദൂഷണം പറയുന്നവനെ കാണുമ്പോ, പള്ളിയിൽ ബഹളമുണ്ടാക്കുന്നവനെ കാണുമ്പോ, അല്ലാഹുവിനോട് ഈ പറയുന്ന സൃഷ്ടികളിൽ മുഴുവനും റബ്ബിനോട് ശിക്ഷിക്കാൻ അനുവാദം ചോദിക്കുമ്പോ അല്ല ചോദിക്കുന്നു, നിങ്ങളാണോ അവരെ പടച്ചത്? ഈ സമയത്ത് പർവ്വതവും ഭൂമിയും സാഗരവും പറയുന്നു അല്ല. അല്ല പറയുന്നു, ഞാനാണ് പടച്ചത്, നിങ്ങൾക്കറിയുമല്ലോ. നിങ്ങളാണെങ്കിലും അവരോട് കരുണ കാണിച്ചേനെ. അവരെന്റെ പ്രതിനിധികളാണ്, അവരെ ഞാൻ പടച്ചിട്ടുണ്ട്. ഇന്ന് താപോ അവരെ തൗബ ചെയ്താ, അവര് തൗബ ചെയ്താ വാന ഹബീബുഹും, ഞാൻ അവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്. വൈലം യതൂബൂ, അവര് തൗബ ചെയ്തില്ലെങ്കിൽ വാന തബീബുഹു, ഞാൻ അവരുടെ ഡോക്ടറാണ്. അല്ല പറയുന്ന എന്താ? പർവ്വതവും സമുദ്രവും ഭൂമിയും റബ്ബിനോട് പറയാ, പടച്ചോനെ ഞാൻ കൊല്ലട്ടെ, ഞങ്ങൾ പോയി. ആ സമയത്ത് അള്ളാഹു ചോദിക്കാൻ, നിങ്ങളാണോ പടച്ചത്? അല്ലല്ലോ. നിങ്ങളാണെങ്കിൽ പോലും അവർക്ക് കരുണ ചൊരിയും. എന്നിട്ട് അല്ല പറയാ, അവര് തൗബ ചെയ്യും. നീ കണ്ടോ? റബ്ബിനോട് അവരെല്ലാം ഏറ്റു പറയും, എന്നോടെല്ലാം ഏറ്റു പറയും. വാന ഹബീബു, ഞാൻ അവിടെ ഇഷ്ടമിത്രമാകും. ഇനി അവർ തൗബ ചെയ്തില്ല, വാന തൊബീബു, ഞാൻ അവിടെ ഡോക്ടറാകും. നമ്മൾ തൗബ ചെയ്താൽ നമ്മുടെ ഹബീബ് അല്ലാഹു. ഇല്ലെങ്കിലോ അല്ല ആരാവും? ഡോക്ടറാവും. ഡോക്ടറെ ജോലി എന്താ? ഡോക്ടറെ ജോലി എന്താ? ചികിത്സ. എങ്ങനെ? അങ്ങോട്ട് ചെല്ലുമ്പോൾ ഉടനെ വലിയ ഡോസുള്ള മരുന്ന് അപ്പോഴേ അസുഖം മാറ്റുമോ? പനിച്ചു പോകുന്നവന് 1 മിനിറ്റ് കൊണ്ട് പനി മാറി വരുമോ? ഇല്ല. ഡോക്ടർ 3 ദിവസത്തേക്ക് ഗുളിക കൊടുക്കും. എന്നിട്ട് പറയുന്നത് എന്താ? കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ 3-ാം ദിവസം വാ, വേറെ ഗുളികാരം. അല്ല ചെയ്യുന്ന ഇങ്ങനെ തന്നെയാ. എങ്ങനെ അത്ര കച്ചവടക്കാരൻ്റെ മുമ്പിൽ ചെന്നിട്ട് 10 രൂപ വയ്ക്കുമ്പോ അവൻ എന്താ ചെയ്യാ? ചെറിയ കുപ്പിന്ന് അല്പം എടുത്തിട്ട് കൈയുടെ പുറത്തിങ്ങനെ തേച്ചരും, മണത്ത് നോക്കാൻ പറയും. കൊള്ളാം? ആ കൊള്ളാം. എന്നാ വലിയ കുപ്പി സാധനം ഉണ്ടെങ്കിൽ തന്നേക്കാം. അല്ല പറഞ്ഞ എന്താ? ولنذيقنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون. അല്ലാഹു പറയുകയാണ്, വലുത് വരുന്നതിന് മുമ്പ് ചെറുത് അല്ലാഹു നിങ്ങൾക്ക് തരികയാണ്. ഒരു നേപ്പാൾ പോലെ, ഒരു ഭൂചലനം പോലെ, ഒരു കലാപം പോലെ, ഒരു ഭൂകമ്പം പോലെ അല്ല ചെറിയ ചെറിയ ഡോസുകൾ നിങ്ങൾക്ക് തരികയാണ്. കടലിൽ പോയ 3 എണ്ണത്തിനെ കാണാനില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നട റോഡിൽ വാഹന അപകടമാണ്. അതുപോലെ പല പല ദൃഷ്ടാന്തങ്ങൾ റബ്ബ് കാണിച്ചു തരുന്നു. കണ്ടിട്ട് പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അല്ല ഡോക്ടറാണ്. ചെറിയ ഡോസ് വന്നിട്ട് പഠിച്ചില്ലെങ്കിൽ, നമ്മുടെ അസുഖം മാറിയില്ലെങ്കിൽ അല്ല വലിയ ഡോസ് എങ്ങനെ തന്നോ? പടച്ചോന ഡോസ് തന്നോ? നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് മാറണേ പ്രിയപ്പെട്ടവരെ, ചെറുതിൽ നമുക്ക് മാറ്റമേണേ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു തരുമ്പോ അത് മാറാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് 1-ാമത്തെ മാർഗം. അള്ളാഹ് നമ്മളെ ശിക്ഷിക്കാത്തത് അവന്റെ കരുണ കൊണ്ടാ, അവന്റെ കാരുണ്യം കൊണ്ടാ. തൗബ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു, അവന്റെ ഇഷ്ടം ഇത്രയായി, പിന്നെ ഒന്നും ചെയ്യില്ല. തൗബ ചെയ്തില്ലെങ്കിലോ അള്ളാഹ് ചെറിയ ചെറിയ ഡോക്ടറാ, ചെറിയ ചെറിയ ഡോസ് അള്ളാഹ് അങ്ങോട്ട് തരും. നമ്മൾ മാറിക്കൊള്ളണം. മാറിയില്ലെങ്കിൽ വലുത് തരും. വലുത് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതിനു മുമ്പ് ചെറുത് അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. പലപ്പോഴും നമുക്കത് അനുഭവിച്ചിട്ടുണ്ട്. അതാണ് രോഗങ്ങള്, അതാണ് ബുദ്ധിമുട്ടുകള്, അതാണ് കഷ്ടപ്പാടുകള്. അതൊക്കെ കിട്ടിയവരൊക്കെ ഒരു പാഠം പഠിച്ചോളി. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലരെ അല്ലാഹു തആല എത്ര പഠിപ്പിച്ചിട്ട് അവർക്ക് ഇഷ്ടമുണ്ടായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂടുതൽ പരീക്ഷിക്കും. ബഹുമാനനായ മഅ്ദനി ഉസ്താദ്, നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, എത്ര പച്ച പാവ, എത്ര പച്ച പാവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ.
അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് യാക്കൂബ് മേമൻ എന്ന് പറയുന്ന ഒരാളെ തൂക്കിക്കൊന്നില്ലേ? ഞാൻ ഈ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയോട് ഒരിക്കലും യോജിക്കാതെ സംസാരിക്കുന്നതല്ല. 1000 വട്ടം പറയുന്നു, യാക്കൂബ് മേമനല്ല. ആര് തെറ്റ് ചെയ്താൽ ഇന്ത്യ രാജ്യത്തെ ആരാണെങ്കിലും അവരെ എന്ത് ശിക്ഷ കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. പക്ഷേ എന്റെ സഹോദരങ്ങളെ, ടൈഗർ മേമൻ എന്ന് പറയുന്ന തന്റെ സഹോദരന് ബോംബെ കലാപത്തിന്റെ സൂത്രധാരകനായപ്പോൾ ഈ ടേപ്പ് ഓഡിയോയും വീഡിയോയും കിട്ടിയ റെക്കോർഡുമായിട്ട് മാപ്പ് സാക്ഷിയായിട്ട് ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കലാപകാരികളുടെ റെക്കോർഡ്സ് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു വന്ന 1993 നടന്ന കലാപത്തിന്റെ പേരിൽ അതിന്റെ പൂർണ്ണ റെക്കോർഡ്സുമായിട്ട് കടന്നു വന്ന യാക്കൂബ് മേമൻ എന്ന് പറയുന്ന 53 വയസ്സുകാരനായ ആ സഹോദരനെ തൂക്കിക്കൊന്നത് APJ അബ്ദുൽ കലാം എന്ന രാഷ്ട്രപതിയുടെ പ്രഥമ പൗരന്റെ മുമ്പിൽ ഈ വിഷയമെത്തിയപ്പോ സമാധാനത്തോടെ നിലപാടെടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, പാതിരാത്രി സുപ്രീം കോർട്ടിന്റെ ചരിത്രത്തില് രാത്രി ഉറക്കമുളച്ചിരുന്നിട്ട് ഒരു തീരുമാനം, തൂക്കിക്കൊല്ലാനെടുത്ത തീരുമാനം എന്തുകൊണ്ടാണ് അന്നത്തെ ദിവസം തൂക്കിക്കൊല്ലാനെടുത്തതെന്നറിയോ? എന്തുകൊണ്ടാണ് വ്യാഴാഴ്ച രാവിലെ തന്നെ അവനെ തൂക്കിക്കൊള്ളണമെന്ന് തീരുമാനിച്ചതെന്നറിയോ? 14 ദിവസത്തേക്ക് വേണ്ടി കിട്ടി യാക്കൂബ് മേമൻ ചോദിച്ചു, എനിക്കൊരു 2 ആഴ്ച കൂടെ അനുവദിക്കണം, ഒരു 14 ദിവസം കൂടെ നിങ്ങൾ അനുവദിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ രാജ്യത്തെ വിട്ടുകൊടുത്തിട്ടില്ല. രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലുമെങ്കിൽ തൂക്കിക്കൊന്നോളൂ, പ്രശ്നമല്ല. ഞാൻ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞിട്ട് 14 ദിവസം റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് യാക്കൂബ് മേമന് കൊടുത്തില്ല. യാക്കൂബ് മേമൻ എന്ന് പറയുന്ന അയാൾക്ക് കൊടുത്തില്ല. അയാളെ ആ ദിവസം തന്നെ തൂക്കിക്കൊല്ലാൻ പിടിച്ചത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ വിചിത്രമായ ഇരട്ടനീതിയുടെ ഒരു മുഖമാണ് നമ്മൾ കണ്ടത്. APJ അബ്ദുൽ കലാമിന്റെ മുമ്പിൽ വന്ന ആ ഹർജി തള്ളിയപ്പോൾ APJ അബ്ദുൽ കലാമിനെ ഖബറിലേക്ക് വെക്കുന്നതിന് മണിക്കൂറിന് മുമ്പ് ഇത് യാക്കൂബ് മേമൻ എന്ന മുസ്ലിം മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ പിടിച്ചു. എന്തിന്റെ പേരിലാ? അബ്ദുൽ കലാം അടക്കപ്പെടുന്നതിന് മുമ്പ് അവനെ കുഴിയിലേക്ക് എടുക്കണമെന്ന് ആഗ്രഹം. മറ്റൊന്ന് 53ാമത്തെ വയസ്സന്ന് തികയുകയാണ്. ബർത്ത്ഡേയുടെ അന്ന് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എവിടെയും നിൽക്കും. ബാഫക്കി തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ത്യൻ പട്ടാളം സൗദി അറേബ്യ ഇന്ത്യയിലോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ റൗളയും ഹറമും ആ സൗദി അറേബ്യയിലാണ്. ആ സൗദി അറേബ്യ ഇന്ത്യയോട് ആഭ്യന്തര കലാപത്തിന് വന്നാൽ ഇന്ത്യയുടെ പട്ടാളം തീർന്നുപോയാൽ മുസ്ലിങ്ങൾ മുൻപന്തിയിൽ നിന്നിട്ട് സൗദി അറേബ്യയോട് പോരാടുമെന്ന് ബാഫക്കി തങ്ങൾ കോഴിക്കോട് മുതലക്കുളത്ത് പ്രസംഗിച്ചു. എന്റെ സഹോദരങ്ങളെ, നമ്മളൊക്കെ രാജ്യസ്നേഹികളാ. സ്വരാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. ഇവിടെ ആ പാവപ്പെട്ടവനെ തൂക്കിക്കൊന്നല്ലോ. ഞാൻ ചോദിക്കട്ടെ, അവിടെ പിന്നെ വധശിക്ഷാ വിഭാഗത്തിൽപ്പെട്ട ഒരു അമുസ്ലിമായ ആളെന്ന് രാജിവെച്ചു, നമ്മളെല്ലാം അറിഞ്ഞു. എന്റെ സഹോദരങ്ങളെ, അത് വെറും നിരപരാധിയായ മനസ്സിനെ തൂക്കിക്കൊന്നതാണ്. അത് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ ഏതെങ്കിലും ഒരു വാദത്തിന്റെ നിറമൊന്നും ചാർത്തിയിട്ട് പ്രത്യേകമായി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എടുക്കുകയൊന്നും വേണ്ട. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ജോലി നോക്കുന്ന സെൻട്രൽ ജുമാ മസ്ജിദിൽ ഈ വിഷയം ജുമ്മയ്ക്ക് സംസാരിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ആര് കലാപം നടത്തിയാലും, ബോംബെ കലാപത്തില് എന്റെ മക്കളാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് JJ ഹോസ്പിറ്റലിന്റെ കമോർച്ചറിയുടെ മുമ്പിൽ കുന്നുകൂടി കിടക്കുന്ന കബന്ധങ്ങൾ നോക്കിയിട്ട് ഒരു പട്ടാള മേധാവിയെ പോലെ പട്ടാള ചിട്ടയോട് അനുയായികളെ കൊണ്ട് ഞാനാണ് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, ബാൽട്ടാക്കർ എന്ന് പറയുന്ന മനുഷ്യന് മരണപ്പെട്ടപ്പോൾ ഭാരതത്തിന്റെ ആ ദേശീയ പതാക കൊണ്ട് പൊതച്ചു. ഇല്ലേ സഹോദരങ്ങളെ, രാജ്യത്ത് ഇരട്ടനീതിയല്ലേ നടത്തുന്നത്? ഇവിടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോട് നമുക്ക് ഒരിക്കലും മോശമായ ഒരു വിയോജിപ്പ് നമുക്ക് രേഖപ്പെടുത്താൻ പാടില്ല. എങ്കിലും പറയുന്നു, നീതി ഇവിടെ നടക്കുന്നില്ല, നീതി നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേരെ കൊല്ലേണ്ടിയിരിക്കുന്നു, ഒരുപാട് പേരെ തൂക്കിക്കൊല്ലേണ്ടിയിരിക്കുന്നു. ചിലർ പറയുന്നു തൂക്കിക്കൊല നിർത്തണം, ചിലർ പറയുന്നു ഇദ്ദേഹം അവസാനത്തെ ആളാകണം. അപ്പോ ഇനിയുള്ളവരൊക്കെ സംരക്ഷിക്കണമെന്ന് അതിന്റെ അർത്ഥം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന വിഷയം, അള്ളാഹു ചില പരീക്ഷണങ്ങൾ കൊടുക്കും. മഅദനി ഉസ്താദ് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് കലാപം നടക്കുമ്പോ അത് പാടില്ല. അത് ഇന്ന ആള് ഇന്ന പെണ്ണിനെ ഇന്ന സാധനം കൊണ്ട് കുത്തി
എന്ന് പരസ്യമായിട്ട് പ്രസംഗിച്ചതിന്റെ പേരിൽ ഇയാളുടെ നാവിന് ഇത്തിരി നീളം കൂടുതലാന്ന് പറഞ്ഞിട്ട് പിടിച്ചകത്തിട്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ എന്നല്ലാതെ എന്താ മഅദനി ഉസ്താദിനെ പറ്റി പറയാൻ പറ്റുക? എനിക്ക് ശനിയാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, വ്യാഴാഴ്ചയാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. 2 കൊല്ലം ഞാൻ മന്നാനിൽ പഠിച്ചെങ്കിലും വ്യാഴാഴ്ച ഞാൻ ഉസ്താദന്മാരോട് പല അടവുകളും പറഞ്ഞ് ഞാൻ പോകാറുണ്ട്. കാരണം എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഗൾഫിൽ പോകുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ശമ്പളം കിട്ടുന്നവനും ഗൾഫിൽ പോകുമ്പോ കരഞ്ഞോണ്ടല്ലേ പോകുന്നത്, ചിരിച്ചോണ്ട് ആരെങ്കിലും ഗൾഫിൽ പോവോ? ഇല്ല. വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന വേദന തന്നെയാണ്. ഈ നീണ്ട ഇത്രയും 10-18 കൊല്ലം ഗൾഫിൽ നിൽക്കുന്ന ഒരാളിനെ പോലെയുമല്ല, വിദേശ രാജ്യത്ത് പണിയെടുക്കുന്ന ഒരാളിനെ പോലെയുമല്ല. കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ കിടക്കുമ്പോ വലിയല്ലെങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചു പോകൂലേ? അദ്ദേഹം വലിയ അള്ളാന്റെ ഔലിയാക്കളിൽപ്പെട്ട മനുഷ്യനാ. അദ്ദേഹത്തിന്റെ മുഖത്ത് ഈമാനിന്റെ പ്രഭയല്ലേ? സഹോദരങ്ങളെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പടച്ചോൻ നിരപരാധിത്വം തെളിയിച്ചു കൊടുക്കട്ടെ. ഏത് കോടതി? അദ്ദേഹം പറയുന്ന ഞാൻ മരിക്കാൻ തയ്യാറാണ്, ഞാൻ എന്റെ രാജ്യത്തിനെതിരെ പ്രവചനങ്ങൾ കൊന്നോളിയും പ്രശ്നമില്ലെന്നാ പറയുന്നത്. ഖുർആൻ കൊണ്ട് വേറെ എന്തോ ആൾ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഖുർആൻ എടുത്ത് വെച്ചിട്ട് പറയാം ഞാൻ നിരപരാധി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റൂല. അള്ളാഹു നിരപരാധിത്വം തെളിയിച്ചു കൊടുക്കട്ടെ. പടച്ചോൻ ശിഫാ നൽകട്ടെ. കഠിനമായ രോഗമാണ്, 2 കണ്ണിന്റെ കാഴ്ച പോയിട്ട് അടുത്ത് നിന്നിട്ട് ഇന്ന ആളാന്ന് പറയുമ്പോൾ ആ മോൻ എപ്പോഴും വന്നു എന്ന് ചോദിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ എത്തപ്പെട്ടു. 2 മണിക്കൂർ ഞാൻ വാഴു പറഞ്ഞാൽ പലരും വാച്ചിൽ നോക്കും, തീരുന്നില്ല എന്ന്. മഅദനി ഉസ്താദ് നേരം പുലരുവോളം ബാങ്ക് പ്രസംഗിച്ചിട്ട് സുബഹിയുടെ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോഴാണ് പടച്ചോന് ഇത്രയും സമയമായോ എന്ന് തോന്നിപ്പോകുന്നത്. ആ അവസ്ഥയിൽ മാസ്മരിക ശക്തിയിൽ വായിൽ നിന്ന് നിർഗളിക്കുന്ന വാഗ്ധോരണികളുടെ ഉടമയായ മഅദനി ഉസ്താദ്, അദ്ദേഹം എത്രയോ പള്ളികൾക്ക് വേണ്ടിയിട്ട്, പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവന് വേണ്ടിയിട്ട് പാതിരാത്രിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ അല്ലാഹു തആല ഏതോ ദുആകൾ കൊണ്ട് അല്ലാഹു തആല എങ്ങനെ ഇട്ടിരിക്കുന്നു. പടച്ചോന ഈമാനികമായ ശക്തി ചോർന്നു പോകാൻ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, പടച്ചോ കരുണയുള്ളവനാണ്. ആ കാരുണ്യത്തിന്റെ പേരിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നു. പിന്നെ മറ്റൊരു കാര്യം, സ്വാലിഹീങ്ങൾ ഉള്ളത് കൊണ്ട് നാട്ടിലെ 1-2 ആളുകൾ നല്ലവരുണ്ടല്ലോ, അവരുള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്. അവരുള്ളത് കൊണ്ടാണ്. ഇല്ലേ? അല്ലാഹു പറഞ്ഞല്ലോ, ലൗലാ ദഫുല്ലാഹിന്നാസ് ബഅലഹും ബിബഅലിൻ ലഫസദത്തിൽ അർളു വലാകിന്നല്ലാഹു ദൂ ഫളലിൻ അലൽ ആലമീൻ. അല്ലാഹു പറയുകയാണ്, ചിലരുള്ളത് കൊണ്ടാണ് ചിലരെ അല്ലാഹു തആല ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഒരു സ്വാലിഹായ മുസ്ലിം അയൽവാസിയായ മുസ്ലിം സഹോദരങ്ങളെ, ഒരു സ്വാലിഹായ മുഅ്മിൻ അയൽവാസിയായ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ്? ആ അയൽവാസികൾക്ക് അല്ലാഹു ബലാ കൊടുക്കൂല. എന്നിട്ട് നബി പറയുന്ന, നിസ്കാരമുള്ളവനെ കൊണ്ട് ഇല്ലാത്തവന് സംരക്ഷണമാണ്, നോമ്പുള്ളവനെ കൊണ്ട് ഇല്ലാത്തവന് സംരക്ഷണമാണ്, സകാത്ത് കൊടുക്കുന്നവനെ കൊണ്ട് കൊടുക്കാത്തവന് സംരക്ഷണമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇനി എല്ലാവരും അങ്ങ് തെറ്റ് ചെയ്യുന്നവരായ ഒരാളോട്